നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പേടിന്റെയും ബേജാറിന്റെയും ഒക്കെ കാലം കഴിഞ്ഞു പോയി. നിങ്ങളറിയോ 50 എണ്ണത്തിന് ഒരു കുപ്പി കഷ്ണം കൊണ്ട് ഞാൻ നേരിട്ടിട്ടുണ്ട്. 50 എണ്ണത്തിന് കുപ്പി കഷ്ണം കൊണ്ട് ഞാൻ നേരിട്ടിട്ടുണ്ട്. ഇവര് വിചാരിച്ചത് ആസിറ്റ് വിളവാന്നാ. വെറുതെ പറയുന്നല്ല, 50 എണ്ണത്തിന് ഞാൻ ഒറ്റക്ക് നേരിട്ടിട്ടുണ്ട്. കുപ്പി കഷ്ണന്റെ കയ്യിൽ ആകെ 500ന്റെ ഒരു അരിഷ്ട കുപ്പിയുടെ കഷ്ണം മാത്രമേ ഉണ്ടായിരുന്നു. ഇവര് വിചാരിച്ചത് ഏത് ആസിറ്റ് വിളവാന്നാ വിചാരിച്ചത്. എന്റെ ഒപ്പം ഒരു 10 മണി ഒന്നായിട്ടാണ് കൂടി. രാത്രി 1 മണിക്ക് ഞാൻ ഒറ്റക്ക് ഉണ്ടായിരുന്നു. 10 മണിയോട് കൂടി ശരിക്കുനാന്ന് വിളിച്ചു. എനിക്ക് ആദിക്കണത് ആരാണെന്ന്. നമ്മളിപ്പോ രാത്രി ഇറങ്ങിയെടുക്കുമ്പോ വെറുതെ എന്തായാലും നടക്കൂലല്ലോ. വെറുതെ എന്തായാലും നടക്കൂല. ഞാനപ്പോ അതിന് മുൻകരുതൽ എന്നോണം ഒരു അരിഷ്ടത്തിന്റെ കുപ്പി നടു പൊളിച്ചിട്ട് അരിയെ തിരികെ. ഈ അരിഷ്ട കുപ്പി ഇവരിന്റെ പിന്നാലെ 10 മണി ഒന്നിച്ചു കൂടിയപ്പോ ഞാൻ തിരിഞ്ഞാണ് നിന്നിട്ട് ഈ അരിഷ്ട കുപ്പിയോട് ഒരൊറ്റ ഏറാണ് കൊടുത്ത് റോട്ടിന് കടന്നിട്ട് ചിരി 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 എന്ന് പറഞ്ഞപ്പോ ഇവരങ്ങ് പാഞ്ഞ് തടിവെപ്പുണ്ടായി. അങ്ങനെ പാഞ്ഞ് തടിയെത്തിയിട്ട് പോട്ടെ, ഞാൻ നേരെ വന്ന് ടൗണിലേക്ക് വന്ന്, സ്ഥലമൊന്നും ഇപ്പൊ പറയില്ല. ടൗണിൽ വന്നപ്പോ അവിടെ ഒരു കൂട്ടർ കൊടി കെട്ടുന്നുണ്ട്. ഓരോട് പറഞ്ഞു, അവിടെ കോളേജിന്റെ അടുത്ത് ഇങ്ങളെ കെട്ടിയ കൊടി മുഖം വലിച്ചിട്ടിട്ടുണ്ട്. ഇവര് പോയിട്ട് നിരത്തിയാണ്ട് വലിച്ചു. ഇതാണ് അവസ്ഥ. ഈ തരത്തിൽ എന്ത് കള്ളവും പറയാൻ മടി. ഇതൊക്കെ ദീനീ വേഷത്തിൽ ദീനിന്റെ സ്റ്റേജിൽ പ്രസംഗിക്കുന്നത്. തമാശക്ക് ഇങ്ങനെ കളവ് പറയാൻ പറ്റുമല്ലോ. പടച്ച റബ്ബ് കേൾക്കുന്നത്. കാരണം നമ്മൾ ആലിമീങ്ങളായ ആളുകളൊക്കെ സത്യം പറയുന്നവരാണെങ്കിൽ ജനങ്ങൾ നമ്മൾ വിശ്വസിക്കുള്ളൂ സുഹൃത്തുക്കളെ. ഇങ്ങനെ കളവുകൾ പറയുന്ന ആളുകൾക്ക് റസൂലുള്ളാഹിന്റെ പേരിൽ കള്ളം പറയാൻ, ഔലിയാക്കളുടെ പേരിൽ കള്ളം പറയാൻ, അമ്പിയാക്കളുടെ പേരിൽ കള്ളം പറയാൻ ഒരു പ്രശ്നം, അല്ലാഹുവിന്റെ പേരിൽ കള്ളം പറയാൻ പ്രശ്നമല്ലല്ലോ. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞത്, ഇങ്ങനെ കള്ളം പറഞ്ഞ് 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 കാന്തപുരത്തിന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ക്ലോസ് ബന്ധം സ്ഥാപിക്കാനുള്ള വിഫല ശ്രമമാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ നടത്തിയത്. എന്നിട്ടാണ് മർക്കസിന് സ്വപ്നം കാണിച്ചിട്ട് നേരിട്ട് അറബിക്ക് സ്വപ്നം കാണിച്ചു കൊടുത്തു, റസൂലുള്ളാഹി കൊണ്ടു കൊടുക്കണം ഈ മുടി. അങ്ങനെ മുടികൾ കൊടുത്ത് അപ്പ നബിയായിട്ട് ഇത്ര വലിയ ബന്ധമുള്ള ആളാകുമ്പോൾ സ്വപ്നം കാണിച്ചു കൊടുക്കുമല്ലോ, ആൾക്കാർ വിശ്വസിക്കാൻ വേണ്ടി. ഞാൻ പറയട്ടെ സഹോദരന്മാരെ, ഈ മുടി ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണെങ്കിൽ, ഞാൻ പറയട്ടെ, AP വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന ഒട്ടനവധി പ്രവർത്തകരെക്കാൾ മുന്നിൽ ഞാനത് ആദരിക്കാനുണ്ടാവും. ഞാനവർ സുഹൃത്ത്, ഞങ്ങൾ ആദരണീയരായ പണ്ഡിതന്മാരുണ്ടാവും, സാദാത്തുക്കളുണ്ടാവും. അത് മർക്കസിലല്ല, ലോകത്തിന്റെ ഏത് കിരീടത്തിൽ കൊണ്ടുവച്ചാലും, എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിലാണെങ്കിലും ആ മുടി ആരുടെയും മുന്നിൽ ചെന്ന് ആദരിക്കാനും ബറക്കത്തെടുക്കാനും സമസ്ത കേരള ഗമ്യത്വം അംഗീകരിക്കുന്ന ജനലക്ഷങ്ങൾ മുന്നിലുണ്ടാവും. ഒരു സംശയമല്ല. റസൂലുള്ളാഹിന്റെ മുടിക്ക് അത്ര ആദരവുണ്ട്. പക്ഷെ ഈ മുടി റസൂലുള്ളാഹിന്റെതാണോ? എന്താ അല്ലാഹുവിന്റെ ദീനിൽ ചില നിയമങ്ങൾ റസൂലുള്ളാഹിന്റെ മുടിയാണോ അല്ലെ സ്ഥിരീകരിക്കാൻ നിയമമുണ്ടല്ലോ, മാനദണ്ഡമുണ്ടല്ലോ. കാന്തപുരത്തിൽ റസൂലുള്ളാഹിന്റെ മുടിയാണ് സ്വപ്നം കാണിച്ചു എന്ന് പറഞ്ഞാൽ സനത് ചോദിച്ചാൽ സനത് പറയില്ലെങ്കിൽ പ്രശ്നമാണല്ലോ. ഇത് റസൂലുള്ളാഹിന്റെ മുടിയാണോ സ്ഥിരീകരിക്കാൻ ചില ചട്ടങ്ങൾ നിയമങ്ങൾ അല്ലാഹുവിന്റെ ദീനിലുണ്ട്. അതില്ലാന്ന് ആർക്കാ സ്ഥാപിക്കാൻ സാധിക്കാം? ഇനി അല്ലാഹുവിന്റെ കിതാബ് റസൂലിന്റെ നിയമം എടുക്കട്ടെ, ഇസ്ലാമിന്റെ നിയമം എടുക്കട്ടെ, നമ്മളൊക്കെ ബുദ്ധിയുള്ള ആൾക്കാരല്ലേ. 14 നൂറ്റാണ്ട് കാലം മുമ്പ് ജീവിച്ച ആദരണീയ നബി തങ്ങളുടെ മുടി ഇന്നൊരു സുപ്രഭാതത്തിൽ ഒരാൾ 3 മുടി 4 മുടി എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നാൽ അത് ഒരു വട്ടമല്ല 2 വട്ടം പല ഭാഗത്തു നിന്ന് കിട്ടുന്ന കണ്ടാൽ എവിടുന്ന് കിട്ടിയത് കുട്ടികൾ വെക്കൂലേ? വലിയ ആരെങ്കിലാണ്ട ഇത് ഉസ്താദെ എവിടുന്ന് കിട്ടിയതാ? അതെനിക്ക് അഹമ്മദ് ഹദ്രജി അബുദാബിയിൽ തന്നതാ. അല്ല മൂപ്പർക്ക് ആര് കൊടുത്താണോ അത് പറയില്ല, അയാൾക്ക് ആര് കൊടുത്താണോ അത് പറയില്ല. അതെന്താ പ്രശ്നം? ഉള്ളതാണെങ്കിൽ പറയണ്ടേ, അപ്പോഴല്ലേ ബോധ്യപ്പെടൂ. ഞാൻ വിനയപൂർവ്വം പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൊട്ടടുത്ത തലമുറ ഒരു 10-50 വർഷം കഴിഞ്ഞപ്പോഴേക്ക് നബി തങ്ങളുടെ ഒരു മുടിന്റെ ആൾക്കാരൊക്കെ ചില ഹദീസുകളുണ്ട്. ബുഖാരി, ഞാൻ ഒറ്റ ഹദീസുകൾ കേൾപ്പിക്കാം. ബുഖാരിയുടെ ഹദീസ് എന്താണ്? ഹദീസ് മുഹമ്മദ് ബിൻ സീരീൻ റളിയല്ലാഹു അൻഹു ഖാൽ ഖുൽതു ലി അബീദ ഇൻദാ മിൻ ശഅരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ മുഹമ്മദ് ബിൻ സീരീൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു അബീദ റളിയല്ലാഹു അൻഹുവിനോട്, ഞങ്ങളെ കയ്യിൽ നബി തങ്ങളുടെ ചില മുടികളുണ്ട്, അല്ലെങ്കിൽ ഒരു മുടിയുണ്ട്. നബി തങ്ങളുടെ ഒരു മുടി ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പൊ അബീദ പറഞ്ഞു, ആ മുടി ഞങ്ങളുടെ കൈവശം ഉണ്ടാകൻ, എന്റെ കൈവശമുണ്ടെങ്കിൽ അഹബ്ബു ഇലയ്യ മിന ദുനിയാവ മാ ഫീഹാ, ദുനിയാവും അതിലെ സകല വിഭവങ്ങളും ഒരുമിച്ച് എനിക്ക് കിട്ടുന്നതിനേക്കാൾ 10 പവനും 1000 പവനും അല്ല അതിന്റെ വിലകൾ ആലോചിച്ച് നോക്കി. ദുനിയാവിലെ മൊത്തം സ്വർണത്തിന്റെ വില പരിശോധിച്ച് നോക്കി, ലോകത്തുള്ള മൊത്തം ഭൂമിന്റെ വില പരിശോധിച്ച് നോക്കി. ലോകത്തെ മുഴുവൻ സാധനങ്ങളെക്കാൾ കൂടുതൽ എനിക്ക് പ്രിയങ്കരമാകുമായിരുന്നു ഒരൊറ്റ മുടി എന്റെ കൈവശമുണ്ടെങ്കിൽ എന്ന് മഹാനായ അബീദ റളിയല്ലാഹു അൻഹു. അന്നെ കിട്ടാൻ സാധനമില്ല, ആ ഒരു മുടി കിട്ടിയെങ്കിൽ അത് മതിയായിരുന്നു. റസൂലുള്ളാഹി വഫാത്ത് അടുത്ത കാലം.
പക്ഷെ ഞാൻ അതിൽ പറയുന്നത് ബുഖാരിന്റെ ഹദീസാണ്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത് വരുമ്പോ ഹദീസിന്റെ വ്യാഖ്യാതാക്കൾ പറയുന്നു മുഹമ്മദ് ബിൻ സീരീനാണ് പറഞ്ഞത്, റസൂലുള്ളാഹിന്റെ സ്വഹാബിയല്ല, പിൽക്കാലത്താണ് 50 കൊല്ലം കഴിഞ്ഞ് ജീവിച്ച ആളായ ഏകദേശം. മൂപ്പർക്ക് എങ്ങനെ മുടി കിട്ടി? അപ്പൊ സനത് പറയുന്നത് മുടി എങ്ങനെ കൈമാറി പോകുന്ന പരമ്പര. കൃത്യമായി ഹദീസിന്റെ വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്, മുഹമ്മദ് എന്നവർക്ക് ഈ മുടി കിട്ടിയത് മുഹമ്മദ് ബിൻ സീരീൻ എന്ന അദ്ദേഹത്തിന്റെ പിതാവ് കൊടുത്തു. പിതാവ് മകന് കൊടുത്തു, സ്വാഭാവികമാണ്. സീരീൻ ആരാണ് ഈ മുടി കൊടുത്തത്? സീരീന് അനസ് റളിയല്ലാഹു അൻഹു സ്വഹാബി കൊടുത്തത്. എന്തേ അനസ് സീരീന് കൊടുക്കാൻ കാരണം? അനസ് റളിയല്ലാഹു അൻഹുവിന്റെ അടിമയായിരുന്നു സീരീൻ മുമ്പ്, പിന്നെ മോചിപ്പിച്ചതാണ്. അപ്പൊ സീരീൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മുൻകാല അടിമയായിരുന്നു എന്ന ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അനസ് റളിയല്ലാഹു അൻഹു സീരീന് കൊടുത്തത്. അനസ് റളിയല്ലാഹു അൻഹു എവിടുന്ന് കിട്ടി? അനസ് റളിയല്ലാഹു അൻഹു അബൂ ത്വൽഹ റളിയല്ലാഹുവിന്റെ വളർത്തുപുത്രനാണ്. അനസ് റളിയല്ലാഹുവിന്റെ ഉമ്മയെ ആദ്യത്തെ ഭർത്താവിനുണ്ടായ പിതാവ്, കല്യാണം കഴിച്ച പിതാവിന് ഭർത്താവിനുണ്ടായതാ അനസ്. രണ്ടാമത് ഇസ്ലാമിക കാലഘട്ടത്തിൽ അനസിന്റെ ഉമ്മനെ കല്യാണം കഴിച്ചതാണ് മുസ്ലിമിനെ കല്യാണം കഴിച്ച അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു. അപ്പൊ അബൂ ത്വൽഹന്റെ വളർത്തുപുത്രനാ അനസ്. അബൂ ത്വൽഹയ്ക്ക് റസൂലുള്ളാഹിന്റെ മുടി കിട്ടിയത് ബുഖാരിയിലുണ്ട്. തങ്ങളെ വീതിക്ക് മുടി കളഞ്ഞപ്പോ അത് സ്വഹാബാക്കൾക്കിടയിൽ ഓരോന്നും മീരണ്ട് കൊടുക്കാൻ വേണ്ടി അബൂ ത്വൽഹ റളിയല്ലാഹുവിനെ ഏൽപ്പിച്ചത്. അപ്പൊ ആ കണക്ഷൻ വെച്ച് വളർത്തുപുത്രനൊക്കെ അബൂ ത്വൽഹ എന്ത് ചെയ്തു? അനസിന് കൊടുത്തു. ഇങ്ങനെ കറക്റ്റ് ആ പരമ്പര പറയുന്നുണ്ട്. നോക്ക് നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ട് ശേഷം ഒരാളുടെ കൈവശം മുടി വന്നപ്പോൾ, തങ്ങളെ മുടി വന്നപ്പോൾ ആ മുടി എവിടുന്ന് കിട്ടി? മുഹമ്മദ് സീരീൻ കൊടുത്തു. സീരീൻ എവിടുന്ന് കിട്ടി? അനസുല്ലാഹിന് കൊടുത്തു. അനസുല്ലാഹിന് എവിടുന്ന് കിട്ടി? ആ മഹാൻ അബൂ ത്വൽഹ റളിയല്ലാഹു കൊടുത്തു. കൃത്യമായി ആ പരമ്പരയും കൈമാറി എത്തിപ്പെടാനുള്ള സാഹചര്യവും കൃത്യമായി പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അതല്ലേ കറക്റ്റ് രൂപം? ഇസ്ലാമിന്റെ രീതി അങ്ങനല്ലേ? സംശയാതീതമായി തെളിയിക്കപ്പെട്ട കാര്യമാണുള്ളത്. അങ്ങനെ കിട്ടിയാൽ ആ സനത് ഇങ്ങനെ ഈ പരമ്പര കൈമാറി പോകുന്ന ആർക്ക് കൊടുത്തു? ഇങ്ങനെ പരമ്പര ഇങ്ങനെ കൈമാറി പോകുന്ന പരമ്പര പറയണം. പറഞ്ഞതിനാണോ? പരമ്പര കിട്ടിയാൽ നമുക്ക് തൃപ്തിപ്പെടുന്നില്ല. ആ പരമ്പരയിൽപ്പെട്ട ആളുകളുടെ ഹിസ്റ്ററി പരിശോധിക്കും, ചരിത്രം. ഇയാൾ എത്രമാത്രം സത്യസന്ധനാണ്? ഇയാൾ കള്ളം പറയുന്നവനാണോ? ഇയാൾ റസൂലുള്ളാഹിന്റെ മുടി ആണ് വ്യാജം പറയാൻ സാധ്യതയുള്ള ആളാണോ? അപ്പൊ ആ കണ്ണികൾപ്പെട്ട ഓരോ ആൾക്കാരുടെ പേരും നമ്മൾ പരിശോധിച്ചിട്ട് ബോധ്യപ്പെട്ടാലേ ഇത് സ്വീകരിക്കാൻ പറ്റൂ. അതാ ഇവർ സനത് പറയാൻ മടിക്കണത്. ഇല്ല, എന്തെങ്കിലും കള്ളസനത് ഉണ്ടാക്കി പറഞ്ഞാൽ പോരെ? ഇടക്കൊക്കെ ഉണ്ടാക്കി നോക്കി, പിന്നെ അവർ നിലനിർത്തുന്നുള്ളത് അതാരും പറയുന്നില്ല. കാരണം വെച്ചാൽ ആ പരമ്പരയിലെ വ്യക്തികളെ പരിശോധിച്ചാൽ അവർ സത്യസന്ധരാണ് ബോധ്യപ്പെട്ടാലേ ഈ സനത്, ഈ പരമ്പര കൈമാറി ഇന്നാൾക്ക് അങ്ങനെ AP വരെ എത്തിയ പരമ്പര കിട്ടണം. ഒരു വഴി അതാണ്. ഇനി അങ്ങനെ തന്നെ കിട്ടിക്കോളാം, നമുക്ക് വാശിയൊന്നുമില്ല. അൽ ആസാറുൻ നബവിയ്യ എന്ന് പറയുന്ന ചരിത്ര പ്രസിദ്ധമായ നബിത്തങ്ങളുടെ തിരുശേഷിപ്പുകളെ കുറിച്ചുള്ള കിതാബിൽ പറയുന്നു, വിശുദ്ധ മക്കയിൽ നബിത്തങ്ങളുടെ 2 മുടി സൂക്ഷിപ്പുണ്ട്. അതിലൊരു മുടിന്റെ പരമ്പര പറഞ്ഞു, ഇങ്ങനെ കൈമാറി പോകുന്ന പരമ്പര പറഞ്ഞു. രണ്ടാമത്തെ മുടിയെ കുറിച്ച് പറയുന്നുണ്ട്, ഷാറത്തുൽ ഉഖറ കാനത് ബി മക്ക, വിശുദ്ധ മക്കയിൽ രണ്ടാമത്തെ മുടി കൂടിയുണ്ട്. പക്ഷെ ആ മുടിക്ക് പരമ്പരയില്ല. പരമ്പര കൈമാറ്റ സനത് പരമ്പര ഇല്ലെങ്കിലും അവിടെ പറയുന്നു ബി മക്കത്ത ഷാറത്തുൻ മിൻ ഷാരിഹിൽ മുക്കറം, വിശുദ്ധ മക്കയിൽ നബി തങ്ങളുടെ ആദരണീയമായ ഒരു വിശുദ്ധ കേശമുണ്ട്. മഷ്ഹൂറ, അത് പ്രസിദ്ധ, തങ്ങളുടെ മുടിയാന്ന് അറിയപ്പെട്ടതാണ്. തുസാർ, ആളുകളൊക്കെ സന്ദർശിച്ചുകൊണ്ടേയിരിക്കുക. അത് മുടിയാന്ന് ഇന്നത്തെ തെളിവ്. പിൻതലമുറ മുൻ തലമുറയിൽ നിന്ന് ഏകകണ്ഠമായി അംഗീകരിച്ചു വരുന്നു അന്നഹമിൻ ഷാരിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ മുടിയാണ്. അപ്പൊ നമ്മളെല്ലാവരും കൂടി അംഗീകരിക്കുകയാണ്, ഈ തലമുറ മുഴുവൻ അംഗീകരിക്കുകയാണ്. എന്ത്? മൊഹീദ്ദീൻ പള്ളി മുമ്പ് സുന്നിയതായിരുന്നു, പിന്നെ മുജാഹിദ് പിടിച്ചെടുത്തതാണ്. അത് നമ്മുടെ മുൻ തലമുറ നമ്മൾ കേട്ടതാ. ഇനി നമ്മുടെ ഈ തലമുറ അങ്ങനെ തന്നെ കൈമാറി അടുത്ത തലമുറ വിശ്വസിക്കാണ് മൊഹീദ്ദീൻ പള്ളി പണ്ട് സുന്നിയ മുജാഹിദ് പിടിച്ചെടുത്തതാണ്. ഇത് സംശയമല്ല, ഇങ്ങനെ സ്ഥിരീകരിക്കാനുള്ള ഒരു മാർഗ്ഗം. ഇങ്ങനെ ഏകകണ്ഠമായി തലമുറകൾ കൈമാറി പോന്നാലും മതി. അതാണ് രണ്ടാമത്തെ മുടിക്ക് സ്വീകാര്യതയ്ക്ക് തെളിവ്. ഇങ്ങനെ രണ്ടിലൊരു മാർഗമാണ് റസൂലുള്ളാഹിന്റെ അറിയപ്പെടാനുള്ള വഴി. അപ്പൊ മാന്യമായി നമ്മൾ സ്വീകരിച്ച സമീപനം, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയാണോ എന്ന് സ്ഥിരീകരിക്കാൻ എന്താണ് തെളിവ്? ഇതിന് പരമ്പരയുണ്ടോ, സനതുണ്ടോ എന്ന്, കൈമാറിപ്പോന്ന ശൃംഖലയുണ്ടോ എന്ന് നേരത്തെ നമ്മൾ ചോദിച്ചിരുന്നു. ആ ചോദിച്ച അടിസ്ഥാനത്തിൽ അടുത്ത മുടിക്ക് സനത് വേണമെന്നവർക്കറിയാം. സനത് വേണം എന്നറിയാൻ കൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു? രണ്ടാമത്തെ മുടി കാരന്തൂർ മർക്കസിൽ ഈ ജനുവരിയിലെ സമ്മേളനത്തിൽ കൈമാറുമ്പോൾ പരസ്യമായോട് സനത് വായിച്ചു കേൾപ്പിച്ചെടുത്തു. ഇതാ സനത് സഹിതമാണ് മുടി കൈമാറ്റം ചെയ്യുന്നത്. മാത്രമല്ല ചില പരിഹാസ പ്രസംഗങ്ങൾ പോലും നടത്തി ചില ആളുകൾ ആ വലിയ സമ്മേളന സദസ്സിൽ ടെലഫോണിൽ മുടിയുടെ സനത് ചോദിച്ചിട്ട് സനത് കിട്ടിയില്ലെന്ന് പറഞ്ഞ് ആളുകൾക്ക് വേണ്ടി പരസ്യമായി മുടി കൈമാറിയ സനത് ഇവിടെ വായിച്ചു കേൾപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് മുടി കൈമാറുന്നത്. അല്ലാഹു അക്ബർ എന്ന് ജനം സ്വീകരിച്ചു. കേട്ടാ സനത് ഈ അറബി ആൾക്ക് ആൾക്ക് കൊടുത്തു, ഉപ്പ ഇങ്ങനെ കൊടുത്തു, അതിന്റെ ഒപ്പാണ് സ്വഹാബി വരെ മുട്ടിനൊരു പരമ്പരയുടെ വായിച്ചു, സുന്ദരമായി വായിച്ചു കേൾപ്പിച്ചു. ശേഷം AP പറഞ്ഞു, ഇതാണ് മുടിയുടെ പരമ്പര. ഇന്നമദ്ദീനു ബിൽ ഇസ്നാദ് ഔ ബിൽ അസ്നാദ്,
പണ്ടത്തെ പോലെ പറഞ്ഞു തന്നൊന്നും വിശ്വസിക്കാൻ പ്രശ്നമില്ല. കാരണം നെറ്റ് ഓപ്പൺ ചെയ്താൽ മതി, ആര് വിചാരിച്ചാലും പറിച്ചു മാറ്റാനാകാത്ത വിധം അത് രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. എ പി പറഞ്ഞതാ, മുടി ആധികാരികമാണ് സ്ഥിരീകരിക്കണം അള്ളാന്റെ ദീന്റെ നിയമത, അത് പരമ്പര സനത് വഴി കൈമാറി പോരണം, ആ സനതാണ് നിങ്ങൾ വായിച്ചു കേട്ടത് എന്നൊക്കെ പറഞ്ഞ് പാസ്സാക്കി ഒരു സനത് അവിടെ വായിച്ചു കേൾപ്പിച്ചു. സനത് അവിടെ വായിച്ചു കേൾപ്പിച്ചു എന്ന് മാത്രമല്ല, അതാണ് സനത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി. ജനങ്ങളൊക്കെ ഇന്നും എ പി വിഭാഗത്തിൽപ്പെട്ട ധാരാളം ആളുകൾ വിശ്വസിക്കുന്നത്. നമ്മൾ പേഴ്സണൽ സംസാരിക്കുമ്പോൾ പറയാം, ആ മുടിക്ക് സനതിലല്ല പിന്നെന്തിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന്. ആൾക്കാരൊക്കെ വിശ്വാസരാണെന്ന് മാത്രമല്ല, ഈ മുടി വളരെ വ്യക്തമായി അതിന്റെ സനത് അവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമല്ല, ഒരു സംശയമല്ല. സനത് കൊണ്ടേ കാര്യങ്ങൾ സ്ഥിരപ്പെടൂ. അത് നബി ആർക്ക് കൈമാറി? സ്വഹാബിക്ക്. ആ സ്വഹാബി ഇന്നാൾ കൈമാറി, അയാൾ ഇന്നാൾ കൈമാറി അഹമ്മദ് ഖസറജ് കിട്ടി. അഹമ്മദ് ഖസറജ് ഏൽപ്പിക്കൊടുത്ത് ആ പരമ്പര ഇങ്ങനെ വായിക്കണം. അതുകൊണ്ട് ഈ നിലനിൽക്കുള്ളൂ. അറിയപ്പെട്ട കാര്യമായി അവിടെ സ്ഥിരീകരിച്ചു, എല്ലാവരും അംഗീകരിച്ചു. ഇവരെ പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനതായ യുവ പണ്ഡിത സുഹൃത്ത് ആധികാരികമായി പറയുന്നു, സനതാണ് ഇതിലെ പ്രമാണം, കൈമാറ്റ പരമ്പര. അതുകൊണ്ടല്ലേ നമ്മൾ ചേകനൂരിനൊക്കെ ചോദ്യം ചെയ്തത് സനദിലുള്ള ഹദീസ് കൊണ്ട്, ബുഖാറിന്റെ ഹദീസ് കൊണ്ടല്ലേ ചേകനൂരെ ചോദ്യം ചെയ്ത് നോക്ക്. ഇവരൊക്കെ അംഗീകരിക്കുന്ന കാര്യം മുടി സ്ഥിരീകരിച്ചുകൊണ്ട് സനദാണ് പ്രധാനം, നമുക്ക് സനദിന്റെ സ്ഥാപിക്കുന്നത്. നോക്കോ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തെ ശറഫാക്കപ്പെട്ട തലമുടിയിൽ നിന്ന് അവിടെ 8 അപ്പോ 8ാമത്തെ നേരത്തെ ഉസ്താദിനോട് മഗ്രിബ് നിസ്കരിക്കുന്ന സമയത്ത് സ്വകാര്യം പറയുമ്പോൾ ഞാൻ സമീപത്തുണ്ടായിരുന്നു. സനദ് തരുമ്പോൾ നിങ്ങൾ ഒപ്പിട്ട് തരണമെന്നാണ് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞത്. മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. ആ കണ്ടതനുസരിച്ച് അവിടുത്തേക്ക് ഇത് കൈമാറാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതുവരെ തരാതിരുന്നത്. ഇപ്പോൾ ഞാൻ കൈമാറാൻ പോകുന്നു. അവിടുന്ന് പ്രസംഗിക്കുന്ന പ്രസംഗം വിവർത്തനം ചെയ്യാൻ എന്നോട് ഉസ്താദ് ആവശ്യപ്പെട്ടു. പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം വിവരം അങ്ങോട്ട് പറഞ്ഞു. ഞാനത് വിവർത്തനം ചെയ്തു. എല്ലാവരും കണ്ടു കേട്ടു. സനദ് വ്യക്തമായി ലക്ഷങ്ങളെ മുന്നിൽ വെച്ച് അതാ കൈമാറി ഒപ്പിട്ട് കൊടുത്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യകേശം കൈമാറിയപ്പോൾ സഹോദരന്മാരുള്ളൊരൊറ്റ വ്യക്തമായി ഇദ്ദേഹം പ്രസംഗിക്കുന്നുണ്ടല്ലോ. പേരോട് തന്നെ പ്രധാന പ്രഭാഷകൻ അദ്ദേഹത്തെ അവരെ പണ്ഡിതനാ. അദ്ദേഹം പറയുന്ന കൃത്യമായ സനദ് സഹിതമാണ് ഈ മുടി കൈമാറി എന്നാണ് വായിച്ച ആ പരമ്പരയാണ് മുടിന്റെ സനദ് എന്ന് ആധികാരികമായി പറയുന്നത്. ഇനി അദ്ദേഹം മാത്രമല്ല, ഇവരെ വളരെ പ്രധാനപ്പെട്ട പണ്ഡിതനാണ് ബഹുമാന്യനായ നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാർ. അദ്ദേഹം അടുത്ത കാലത്ത് മരണപ്പെട്ടുപോയി. അള്ളാഹു അദ്ദേഹത്തിനും നമ്മുടെ മരണപ്പെട്ടുപോയ എല്ലാ പണ്ഡിതന്മാർക്കും സാദാത്തുക്കൾക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ സഹോദരന്മാരെ, നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ പോലും, കാരണം ഇവരൊക്കെ സനദുണ്ടെന്ന് അദ്ദേഹം ധരിപ്പിച്ചിട്ടുള്ളത്. മൂപ്പര് പോലും അന്ന് ഉടനെ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞെന്താ, സനദുണ്ടല്ലോ പിന്നെന്താ പ്രശ്നം. കാരണം അദ്ദേഹത്തൊക്കെ ധരിപ്പിച്ചു വെച്ചത് അങ്ങനെ. അദ്ദേഹത്തെ കുറിച്ച് സനദുണ്ടല്ലോ, എന്താ പ്രശ്നം? സനദുണ്ട് കൃത്യമായി. ബുഖാരിലെ ഹദീസും ബുഖാരി ശരീഫ് സനദുള്ളത് കൊണ്ടല്ലേ പരമ്പരകളുള്ള കൃത്യമായി ബഹുമാനായ ഇസ്മായിൽ മുസ്ലിയാർ പറയുന്നത് കേട്ടോ. ഇതൊക്കെ കൃത്യമായി പറയാൻ സനദാണ് പ്രധാനം എന്ന് എ പി പറഞ്ഞു. അങ്ങനെ ബോധ്യപ്പെടുത്തി സനദാന്ന് വായിച്ചു നോക്കി. എന്നിട്ട് നെല്ലിക്കുത്ത് ഉസ്താദ് പോലും പറയുന്നത് സനദിട്ടല്ലോ. ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ സനദുണ്ടാക്കിയതൊന്നും പറയാനില്ല. ഇപ്പൊ ഇതിന് സനദുണ്ടായപ്പോ പിന്നെയും പറഞ്ഞു കൊടുക്കാൻ എന്താ അർത്ഥമായിരുന്നത്? സനദ് തെളിവല്ലേ? ഓക്ക് പിരാന്താന്ന് പറയേണ്ടി വരും. അല്ലാതെ അത് ചിലരങ്ങനെ ഓക്ക് പിരാന്താണ് പിരാന്താന്ന് പറയുന്നത്. അല്ലാതെ സനദുണ്ടായിട്ട് എങ്ങനെ തെളിവല്ലാക്കണ്? സനദ് തെളിവല്ലേ? സനദാണുള്ള ഇസ്ലാമിൽ തെളിവ്. ബുഖാരിന്റെ എന്താ തെളിവ്? സനദ്. മുസ്ലിമിന് എന്താ തെളിവ്? സനദ്. ഇതിനെന്താ സനദ് തെളിവ്? സഹോദരന്മാരെ, അതിനിടയിൽ നമ്മുടെ പ്രവർത്തകർ ബക്കറ്റ് പിരിവ് നടത്തുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠാനുജന്മാർ മനസ്സറിഞ്ഞ് സഹകരിക്കുക. ഇതിനൊരു ബാധ്യതകളുണ്ട്. വേറെ സംസ്ഥാന ലെവലിൽ ഫണ്ട് ഇങ്ങോട്ട് കൈമാറാനുള്ള സംവിധാനമൊന്നും അപ്പുറത്തെ പോലെ ഇവിടെ നിലവിലില്ല. നമ്മളത് പരിപാടിക്ക് അവിടെ പിരിച്ചുണ്ടാക്കി നടത്താറുള്ളത്. ഇതൊരു നല്ല കാര്യം. പറഞ്ഞാലേ ഇതിന്റെ മുടിന്റെ സനദ് എന്ന് പറഞ്ഞാലേ ബുഖാരിന്റെ സനദ്, ബുഖാരി മുസ്ലിം സനദുള്ളതുകൊണ്ടാണ് പറയുന്നത്. കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ സനദുള്ള കറക്റ്റ് മുടിയാണല്ലോ. പിന്നെ അറബിയ കൊടുത്തതും ഒരു സംശയവും വേണ്ട വിചാരിച്ച് നിൽക്കുമ്പോഴാണ് പഠിച്ചു നോക്കുമ്പോൾ ആ പ്രശ്നം മനസ്സിലാകുന്നില്ലേ.
മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഈ വായിച്ച സനദല്ല ജനങ്ങളെ കബളിപ്പിക്കുക. കാരണം റസൂലുള്ളാഹിന്റെ പേരിൽ കള്ളം പറയുന്ന, അള്ളാഹുമായി ബന്ധപ്പെട്ട് കള്ളം പറയുന്ന, ഔലിയാക്കൾ ആരിഫ്യങ്ങളുമായി ബന്ധപ്പെട്ട് കള്ളം പറയുന്ന ഇവർക്കെന്താ ബഹുമാനപ്പെട്ട ഒരു അറിവ് വെളിച്ചത്തുകൊണ്ടുള്ള ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ പ്രസംഗം കൃത്യമായി നിരീക്ഷിച്ച് പഠിച്ച് വിലയിരുത്തിയപ്പോൾ പുറത്ത് ഈ അറബി കൊടുത്ത അഭിമുഖങ്ങൾ വിലയിരുത്തി നോക്കുമ്പോ ഇവിടെ പറഞ്ഞത് കള്ളമാണ് കൃത്യമായി ബോധ്യപ്പെട്ടു. ഇത് മുടിന്റെ പരമ്പരല്ല, അറബിനെ സോപ്പാക്കിക്ക. പിന്നെ നിങ്ങൾ ഈ മുടി തരുമ്പോൾ ആൾക്കാർ വിശ്വസിക്കുന്ന കേരളത്തിലൊക്കെ നിങ്ങളെ പരമ്പര ക്ലിയർ ആണെന്ന് അറിയണം. നിങ്ങൾ സ്വഹാബി പരമ്പരപ്പെട്ട ബോധ്യപ്പെട്ട ആ പരമ്പരയോട് വായിച്ചളി. അത് എഴുതിണ്ടാക്കി ബോധ്യപ്പെടുത്തിയ ആൾക്കാർക്ക് നല്ല വിശ്വാസം നിങ്ങളെ കുറിച്ച് മതിപ്പുണ്ടാവും. നിങ്ങൾ സ്വഹാബി കുടുംബത്തിൽ പെട്ടപ്പെടുന്ന സ്വഹാബി കുടുംബത്തിൽപ്പെട്ട അറിയപ്പെട്ട ആൾക്കാരില്ല എന്ന് അറബിനോട് ഒരു അറബി എന്ത് ചെയ്തു? മൂപ്പർ ഇന്ന പരമ്പരയിൽപ്പെട്ട ആളായ അദ്ദേഹത്തിന്റെ പിതാവ്, പിതാവിന്റെ പിതാവ്, പിതാവിന്റെ പിതാവ് നേരെ സ്വഹാബി വരെ എത്തുന്ന പരമ്പരയുടെ എഴുതി വായിച്ചതാണ്. ഇത് കൃത്യമായി നമ്മുടെ പണ്ഡിതന്മാർ കയ്യോടെ പിടികൂടി ജനസമൂഹത്തിൽ തുറന്നു കാണിച്ചപ്പോൾ ഈ ആളുകളെ മുഴുവൻ നെല്ലി ഉസ്താദ് പോലും വഞ്ചിക്കപ്പെട്ടു. കാരണം കള്ളം പറഞ്ഞു അദ്ദേഹത്തെ പോലുള്ള ധാര ഇന്നും AP വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് പണ്ഡിതന്മാർ ടെലിഫോണിലും സംസാരിച്ച ക്ലിപ്പിംഗ് ഉണ്ട്. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ഇടുന്നില്ല. അവരൊക്കെ വിശ്വാസം അവിടെ വായിച്ച സ്ഥലത്താണ് മുടി കൈമാറ്റ പരമ്പര. കാരണസഹിതം ഇത് ശരിയല്ല എന്ന് ബോധ്യപ്പെടുത്തിയപ്പോൾ പരസ്യമായി പറഞ്ഞപ്പോൾ അവർ തിരുത്തി. അത് ശരി തന്നെയാണ്, അവിടെ വായിച്ചത് മുടിന്റെ പരമ്പര സനദല്ല, അത് നെസബയാണ്, ഈ അറബിന്റെ കുടുംബ പരമ്പരയാണ്, സനദ് വേറുണ്ട്. അപ്പൊ എത്ര പെട്ടെന്നാ മാറ്റി പറഞ്ഞു. പക്ഷേ ആരുമീങ്ങളെ നീ പറഞ്ഞത്. അതും ഇവർ പറഞ്ഞ 10,000 സാക്ഷി നിർത്തിയ സമ്മേളനമാണ് കൈമാറി. ഈ 10,000 കടവ് കേൾപ്പിച്ചല്ലേ, 10,000 നേർക്കുനേരെ കേട്ടു. നെറ്റില് വേറെ 10,000 ലക്ഷങ്ങൾ കേട്ടുകൊണ്ടിരിക്കല്ലേ, വായിച്ച് കണ്ടുകൊണ്ടിരിക്കല്ലേ. ഇവരൊക്കെ തെറ്റിദ്ധരിക്കല്ലേ. ഈ കടവിന്റെ കുറ്റം എത്രയായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതും എത്ര വലിയ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആലിമ്യങ്ങളാണ് ഈ കള്ളം പറയുന്നത്. ഒറ്റടുക്ക് തിരുത്തി അതിന് സനദല്ല, അത് നെസബാണ്, കുടുംബ പരമ്പരയാണ്, അതിന് പ്രശ്നം ഉണ്ടാക്കേണ്ട, സനദ് വേറുണ്ട്. അപ്പൊ സനദ് വേറുണ്ട് എവിടെ ചോദിക്കൂലേ? അതിന് അപ്പൊ തന്നെ മറുപടി സനദ് ഒരു പ്രശ്നമില്ല, AP ഉസ്താദിന്റെ കയ്യിലുണ്ട്, എപ്പോ വന്നാലും കാണാം. ഈ AP ഉസ്താദ് തിരക്കാണ്, ഈ പ്രശ്നമില്ല. AP ഉസ്താദിന്റെ ശിഷ്യന്മാർ നിങ്ങൾ ധാരാറുണ്ട്, എപ്പോ വന്നാലും ശിഷ്യന്മാർ തരും. ഇതാ കുറ്റിയാടി സിറാജുണ്ട്, എന്റെ കയ്യിൽ സനദുണ്ട്. ഇല്ല ഞങ്ങളെ നമുക്ക് കാണിച്ചു കൊടുത്തൂടെ വന്നാൽ സ്റ്റേറ്റിൽ ഇങ്ങനെ പറയാണ് പബ്ലിക് പ്രസംഗം. അത് കേട്ട ആൾക്കാർ പിന്നെ വല്ല വിവാദം ഉണ്ടാക്കി സനദിൽ ചെല്ലൂരാ കേട്ട് വല്ല SSFRO SKSFRO നാട്ടിന്റെ പ്രശ്നം ഉണ്ടാക്കി മഹലുണ്ടാവുന്ന എല്ലാം ഉത്തരവാദപ്പെട്ട മാന്യന്മാർ അവർ രണ്ടു കൂട്ടിനും കൂട്ടി വിവാദത്തിന് സനദ് നോക്കട്ടെ ചെന്നാലോ അപ്പൊ അതിന് AP-ന്റെ അടുത്ത് പ്രസംഗം വന്നു. അങ്ങനെ സനദ് ചോദിച്ച് വന്ന ആ പ്രശ്നമാകുമെന്ന് കണ്ടപ്പോ AP പ്രസംഗിച്ചു. അത് സനദിന്റെ ആവശ്യമില്ല. ആരാ പറയണമെന്നോ? നേരത്തെ ദീൻ എന്ന് പറഞ്ഞ ഒരു കാര്യം സ്ഥിരപ്പെടണമെങ്കിൽ ഇന്നവ ദീന് വലിയ സിനാദ്, ദീനിലൊരു കാര്യം സ്ഥിരപ്പെടും, സനദ് കൂടിയേ കഴിയൂ, പരമ്പര കൈമാറ്റം കൂടിയേ കഴിയൂ എന്ന് പറഞ്ഞ AP ഒറ്റടിക്ക് ലൈൻ മാറ്റി ആ സനദ് കൊടുക്കേണ്ടി വന്നാലോ, സനദാര കൈവശമല്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു പ്രസിദ്ധപ്പെട്ട ആളുകൾക്ക് കിട്ടിയതാണ്, പിന്നെ സനദ് ചോദിക്കാൻ പാടില്ല. പ്രസിദ്ധപ്പെട്ട ആളുകൾ, AP പ്രസിദ്ധനായ ആളാണല്ലോ. നമ്മുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രസിദ്ധനായ ആളാണ്. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രസിദ്ധനായ മൻമോഹൻ സിംഗ്. ഇങ്ങനെ പ്രസിദ്ധപ്പെട്ട ആളുകൾ തന്നതാണെങ്കിൽ പിന്നെ സനദ് ചോദിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, സനദ് ചോദിക്കുന്ന ആൾക്കാർ ദീനുറ്റും വന്നല്ല, നമ്മൾ മോശക്ക കാഫിര്യങ്ങളായി. ഒറ്റ സനദ് ചോദിച്ചാൽ തന്നെ അബദ്ധമായി, ഒറ്റയടിക്ക് മാറ്റി പറഞ്ഞു. ഇപ്പൊ ഇനി സനദ് ചോദിച്ചെല്ലാം പാടില്ല. ആളുകളിൽ നിന്ന് കിട്ടിയതാണെങ്കിൽ, പ്രസിദ്ധപ്പെട്ട ആളിൽ നിന്ന് കിട്ടിയതാണെങ്കിൽ പിന്നെ സനദ് ചോദിക്കാൻ നടക്കുന്നവൻ അള്ളാഹുവിന്റെ ദീനുമായി ബന്ധമില്ലാത്തവനാണ്. ഒറ്റയടിക്ക് പ്ലേറ്റ് മാറ്റിയേക്കാം. നേരത്തെ സനദും കാര്യമൊക്കെ സ്ഥിരപ്പെടുത്തി ഉണ്ട് എന്ന് ഉറപ്പിച്ച് പറഞ്ഞ് വായിച്ച് കേൾപ്പിച്ച ആൾക്കാർ ഇത് വായിച്ച് സനദല്ലാന്ന് കാര്യകാരണ സഹിതം നമ്മുടെ ആളുകൾ ബോധ്യപ്പെടുത്തിയപ്പോ ഇനി പേടിപ്പിക്കാണ്. സനദ് ചോദിക്കാൻ നടന്നുണ്ടല്ലോ, പ്രസിദ്ധപ്പെട്ട ആൾക്കാർ മുടി കൊണ്ടുവന്നാൽ അതിന്റെ സനദ് ചോദിക്കണമെങ്കിൽ അവർക്ക് ദീനുമായി ബന്ധം ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കാൻ നമ്മളെ പേടിപ്പിക്കുക. ദീനിന്ന് പുറത്തു പോകും, ചോദിക്കാൻ മിണ്ടാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ മിണ്ടാട്ടം നിർത്തൂല. പക്ഷേ AP-ന്റെ ആൾക്കാർ പിന്നെ ചോദിക്കാറില്ലല്ലോ, വല്ല വിവാദം ബാക്കി അതിനുവേണ്ടി ഒതുക്കി നിർത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, തൽക്കാലം ഇങ്ങനെ അടവെടുത്തു. അതിങ്ങനെ പോവുകയായിരുന്നു. അങ്ങനെ പോകുമ്പോഴാണ് ഇതിന് ഉറപ്പുണ്ടാക്കാൻ ഇതിങ്ങനെ പൊളിഞ്ഞുകൊണ്ടേ ഇരിക്കല്ലേ. ഇതൊന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി പറഞ്ഞത് AP ഒരു പ്രസ്താവന ഇറക്കി. പാണക്കാട് തങ്ങന്മാർക്കൊക്കെ അറിയാം ഈ മുടി തന്ന അഹമ്മദ് ഹസറത്തിനെ. മൂപ്പര വാപ്പ വലിയ മന്ത്രിയോടെ വന്നിന ആളാണ്. ഈ തങ്ങന്മാർക്കൊക്കെ നല്ല ബന്ധമാണ് ഇവരേറ്റും, ഇവരൊക്കെ നല്ല മനുഷ്യന്മാരെ തങ്ങന്മാർക്ക് അറിയാവുന്നതാണ്. അപ്പൊ മുടി ഉറപ്പിക്കുക, തങ്ങന്മാർക്ക് നല്ല ബന്ധമാണ്. ആ ദിവസമാണ് തങ്ങൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ കോഴിക്കോട് ഉലമാ സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ പറ്റുന്നത്. നേരത്തെ തങ്ങൾക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ഇവരോട് വെറുപ്പുണ്ടായിട്ടുണ്ട്. കാരണം തങ്ങളെ ചെന്ന് മുടിന്റെ പള്ളിക്ക് ഷെയർ വാങ്ങി സ്വകാര്യത്തിൽ മൊബൈലിൽ പകർത്തിയിട്ട് എന്ത് ചെയ്തു, അത് പത്രത്തിൽ വാർത്ത കൊടുത്തു, തങ്ങളെ പറ്റിച്ചു. തങ്ങൾ എന്ത് സംഭാവന ആര് ചോദിച്ചാലും ചെന്ന് കൊടുക്കുന്നുണ്ട്, ചായയും കിട്ടുകൊടുന്നു എത്ര ആൾ ചെന്നാലും. ഇത് വാങ്ങിയിട്ട് പിന്നെ പത്രത്തിൽ തങ്ങൾ ഇത് ഷെയർ ചെയ്യുന്നത് AP വാർത്താ സമ്മേളനത്തിൽ പറയും ചെയ്തു. ആ വെറുപ്പ് നേരത്തെ ഉണ്ടായിക്കൂടെ ഇതും കൂടി പറഞ്ഞത്. വളരെ ക്ഷമിക്കണം. തങ്ങൾ ലാസ്റ്റ് പ്രകോപിതനായി തങ്ങളോട് പറഞ്ഞു, ഇമാതിരി തട്ടിപ്പിന്റെ മുടിക്ക് പള്ളിക്ക് പൈസ വാങ്ങിയിട്ട് വാങ്ങിയാൾക്ക് ആ പൈസ തിരിച്ചു കൊടുക്കണം, ഇതൊക്കെ മനുഷ്യന്മാരെ വഞ്ചിക്കണം തങ്ങൾ തുറന്നത് പറഞ്ഞു. ചാനലുകളൊക്കെ ലൈവായിട്ട് വിട്ടു. ലൈവായിട്ട് വാങ്ങിയ കാശ് തിരിച്ചു കൊടുക്കുന്ന AP-നോട് തങ്ങളാണ് പറഞ്ഞത്. വലിയ വാർത്തയുള്ള ചാനലുകൾ വന്നത്.
പത്രക്കാർ വിളിയോട് വിളിച്ച് ആൾക്കാർ എപ്പിനോട് അല്ലെങ്കിൽ പ്രതികരണം നിങ്ങൾ തങ്ങളെ കാശ് തിരിച്ചു കൊടുക്കോ ആൾക്കാരെ കാശ് തിരിച്ചു കൊടുക്കോ. ലാസ്റ്റ് കുടുങ്ങിയിട്ട് ഞാൻ നാളെ രാവിലെ വാർത്താ സമ്മേളനം നടത്താപ്പോ പറയാം. എപ്പോ ഈ പത്രക്കാരൻ ഇങ്ങനെ മാറി മാറി നടക്കുന്നു, മുടിക്ക് മറുപടി തരാൻ കഴിയണ്ടേ. ലാസ്റ്റ് വാർത്താ സമ്മേളനം നടത്തി. വാർത്താ സമ്മേളനം നടത്തിയപ്പോഴാണ് ആദ്യം തന്നെ കാന്തപുര പ്രസ് റിലീസ് കൊടുത്തു. കാന്തപുരണ്ട് മൂപ്പരെ വേണ്ടപ്പെട്ട ആൾക്കാരെ കൂട്ട വാർത്താ സമ്മേളനം. എല്ലാ ചാനലും റെഡി വന്നിട്ട് എല്ലാ ചാനലിന്റെയും മൈക്ക മേശക്കും വരിവരിക്കും ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കാരണം അവർക്ക് വരെ കിട്ടുമെന്ന് വിചാരിച്ചെന്നൊക്കെ അവർ. അപ്പൊ പ്രസ് റിലീസ് എഴുതി കൊടുത്തതിലുള്ള എന്താന്ന് വെച്ചാല് മുസ്ലിം മതസംഘടനകൾ ഷഹർ മുബാറക്കുമായി ബന്ധപ്പെട്ട വിവാദത്തിന് വിട്ടുനിൽക്കണം. ഇത് വിവാദമാക്കരുത്, നമുക്ക് ഒഴിഞ്ഞു കിട്ടണം, ഈ മുടി പ്രശ്നം ഒഴിവാക്കണം. അതിങ്ങനെ വായിച്ചൊരു പത്രക്കാരൻ പിന്നെ ചോദിക്കുന്ന ചോദ്യക്കാർക്ക് ഉണ്ടെങ്കിൽ ഇല്ലേ ചോദിച്ചാൽ പോവുകയും ചെയ്യും. അവർ പത്രക്കാരെ എഴുന്നേറ്റ് ചോദിച്ചു, മൗലവി ഈ മുടിയുടെ സനതങ്ങ് ഈ കെ വിഭാഗത്തിൽ കൈമാറിയാൽ ഈ വിവാദം തനിയെ അവസാനിക്കൂല ചോദിച്ചു. സനത് എന്ന പത്രക്കാർ മനസ്സിലാക്കിയത് കുറെ കാലമില്ല ചർച്ച ഈ കൈമാറ്റ പരമ്പര എന്നാണ്, അങ്ങനെ സംഭവമാണ്. അപ്പോഴേ ആധികാരികത ആർക്കും മനസ്സിലാവും ചെയ്യുന്നത്. അപ്പൊ ആ സനത് ഈ കെ വിഭാഗത്തിന് കൈമാറിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ വിവാദം അവസാനിക്കൂല ചോദിച്ചു. അതിലിവർ പറഞ്ഞു അതിന് ഈ കെ വിഭാഗത്തിന് ഞങ്ങൾ കൊടുത്തിട്ട് കാലം അവർ വിശ്വസിക്കൂലായിരുന്നു. അതും ഞാൻ തന്നെ നമുക്ക് ഓരോ വിശ്വാസം വരും. തരികിട ആളുകളെ എത്ര വട്ടം സ്ഥലത്ത് ഉണ്ടാക്കിയ സ്ഥലത്ത് അവരുടെ ഉച്ചക്കാണ് എടുക്കണില്ല. കാരണം അതിന്റെ പൊളിവുകൾ നമ്മൾ ചൂണ്ടി കാണിക്കുമ്പോൾ ഉണ്ടാക്കിയ ആൾക്കാർ വരെ നമ്മളെ കൂടുതൽ മാറിയിട്ടുണ്ട്. സ്ഥലത്ത് ഉണ്ടാക്കിയ ആള് പുറത്താണുള്ളത്. അപ്പോ ഒരു ചാനലിന്റെ ആൾ എഴുതിയിട്ട് പറഞ്ഞു അതിന് വഴിയുണ്ട് മൗലവി, ആ സ്ഥലത്ത് നിങ്ങൾ ഞങ്ങൾക്ക് കൈമാറിയാൽ മതി, മാധ്യമങ്ങൾക്ക് ബാക്കി ഞങ്ങൾ ഏറ്റെടുത്തു പറഞ്ഞു. കുട്ടികേരെ വരും സ്ഥലത്ത് ഉണ്ടായാൽ തന്നെ കൈമാറാൻ പറ്റുള്ളൂ. ഇത് പോക്കറ്റിലുണ്ട് എപ്പോ വന്നാലും തരാൻ നേരത്തെ പറഞ്ഞല്ലേ. അതില് സ്വഭാവം മാറിയോ ഏപ്പിക്ക് എന്താ പറയേണ്ടതല്ല, ലാസ്റ്റ് പേരോട് ഏറ്റെടുക്കാണ്. അതിന് ഇവിടെ സനത് പറഞ്ഞാല് ഞങ്ങൾക്ക് ആ അറബി ഒപ്പിട്ട് തന്ന ഒരു കത്താണ് ഞങ്ങൾക്ക് രേഖ കയ്യിലുള്ളത്. ശരിക്കും കൈമാറ്റ പരമ്പരയുള്ളത് അബുദാബിയിലാണ് പറഞ്ഞു. അപ്പൊ സംഭവം കയ്യിൽ സനതില്ലാന്ന്. പത്രക്കാർ വിട്ടില്ല. ഇത്രയും കാലം ആൾക്കാരെ കബളിപ്പിക്കുക. പത്രക്കാർ ചോദിച്ചു, മൗലവി നിങ്ങൾക്ക് ആ കൈമാറ്റ പരമ്പര മുടികൾ കൊണ്ടുവരുമ്പോൾ കൊണ്ടേണ്ട ബാധ്യതയില്ല ചോദിച്ചു. അപ്പൊ AP അത് പറയാൻ നോക്കില്ല, പക്ഷെ പേരോട് സമ്മതിക്കില്ല. കാരണം അബദ്ധം പറയാമെന്ന് പേരോട് പേരുണ്ട്. പേരോട് പറഞ്ഞു ആ ഞങ്ങൾക്ക് അങ്ങനെ സനത് കൊണ്ടേണ്ട ബാധ്യത ഞങ്ങൾക്കില്ല, അത് അറബിക്കാണ് തന്നെ, അറബിക്കാണ് പറഞ്ഞു. അങ്ങനെ അറബിക്ക് ബാധ്യത നിങ്ങൾക്ക് ഒരു ബാധ്യത ഇല്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അതിന്റെ സനത് കൊണ്ടേണ്ട ബാധ്യത നിങ്ങൾക്കില്ല എന്നാണ്. അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല, എന്നാലും പിന്നെ എന്താ തടസ്സം ചോദിച്ചു. അതിന്റെ സനത എവിടെ എന്താ നിങ്ങൾ അവിടെ കൊണ്ടുവരാത്ത ചോദിച്ചു. അപ്പൊ മൂപ്പര് പറഞ്ഞു ലാസ്റ്റ് അത് എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് മൂപ്പര് പറയാണ് ഞങ്ങൾക്ക് ആൾക്കൊന്ന് ബന്ധപ്പെടുന്നിട്ടേ കൊണ്ടുവരാൻ പറ്റുള്ളൂ പറഞ്ഞു. ബന്ധപ്പെടാൻ എന്താ തടസ്സം? ഏത് നിമിഷം ഒരു ബന്ധപ്പെടുന്ന ആൾക്കാർ എന്താ സനതോട് ബന്ധപ്പെടാത്ത പണി? ഇത് ബന്ധപ്പെടേണ്ട പണിയൊന്നുമില്ല. സനത് പറഞ്ഞാൽ വലിയ ഒരു ഈ ചരക്കൊക്കെ കൊണ്ടുവരുന്ന മാതിരി ഭയങ്കര പ്രയാസമാക്കി കൊണ്ടുവരണുണ്ടോ? അത് മെയിലഡ് അയച്ചാൽ പോലെ അപ്പൊ അയച്ച ആ സെക്കൻഡിൽ സ്പോട്ടിൽ ഇട്ടു. എന്താ തടസ്സം? ഒരു രക്ഷയില്ല. ലാസ്റ്റ് പത്രക്കാർക്ക് മനസ്സിലായി ഇവരൊക്കെ അതിന് മറുപടി ഇല്ല, ഈ മുടിക്ക് സനതും ഇല്ല, പരമ്പരയില്ല, അടിത്തറയില്ല, ഇതൊരു വലിയ തട്ടിപ്പാന്ന് പത്രക്കാർക്കും ബോധ്യപ്പെട്ടു. പിറ്റേന്ന് ഒരു ചാനൽ പോലും ഈ വാർത്ത കൊടുത്തില്ല. ഇരുന്നല്ല അന്ന് ഒരൊറ്റ ചാനൽ റിപ്പോർട്ട് ചെയ്തില്ല. നോക്ക് നിങ്ങൾ, ഉത്തരല്ലാത്ത മുടിന്റെ സനത് കയ്യിലില്ല എന്ന് ബോധ്യപ്പെടുന്ന നോക്ക്. അതിന്റെ അടിരേഖ എന്നാണ് യഥാർത്ഥ സനത് അപ്പുറത്ത് അബുദാബിയിലാണ്. അടിരേഖ എന്നൊരു പുതിയ പേര് കൊടുത്തു. അടിരേഖ അത് പരമ്പരയുള്ളത് അടിരേഖ. ഇത് അടിരേഖ സനത് കൈമാറ്റ പരമ്പര. കിട്ടിയ രണ്ട് കേസ് അതിന് പട്ടിക്കാട് ജാമ്യാരൂരിയിൽ നിന്നും മർക്കസ് നിന്നൊക്കെ കൊടുക്കുന്നത് പോലത്തെ സനതും അതിന്റെ അപ്പുറത്തുള്ള സനത് രണ്ട് വിധമുണ്ട്. രണ്ട് സനതും ഉണ്ട്. രണ്ട് സനതും കിട്ടിയതുണ്ട്, സൂക്ഷിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കേശം ഹസറജ് കൊണ്ടുവന്ന് തന്നു. അതേ സ്റ്റേജിൽ വെച്ച് പട്ടിക്കാട് കൊടുക്കുന്ന സനത് പോലത്തെ സനത് വായിച്ച് കേൾപ്പിച്ചു, എഴുതി ഒപ്പിട്ടു, ഉസ്താദിനെ കൊണ്ട് തിരിച്ചു ഒപ്പിടിച്ചു, എന്നിട്ട് സാക്ഷി മുഖേന കൈമാറി. അതും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങൾക്ക് രേഖയാണ്. അപ്പൊ രണ്ടിനും ഞങ്ങളുടെ അടുത്ത് രേഖ ഉണ്ട്. ഇനി ആ രേഖയുടെ അപ്പുറത്തുള്ള അടിരേഖ, അതിന് അടിരേഖ എന്ന് പറയും. ഒരു ഡോക്യുമെന്റ്സിക്ക് അടിരേഖ ഉണ്ട്. അടിരേഖ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്, അദ്ദേഹം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ അടിരേഖ പോയിട്ട് അദ്ദേഹത്തോട് വാങ്ങാനും പരിശോധിക്കാനും അവർ തയ്യാറാകുന്നില്ല. അവർ പെട്ടെന്ന് തന്നെ ഇതിനെതിരായിട്ട് പ്രഖ്യാപിക്കുകയാണ് പഠിക്കാതെ. അതോടെയാണ് തെറ്റി. ഞങ്ങൾക്ക് ബാധ്യത എന്താണ് ബാധ്യത? അവർ വന്നാൽ കാണിച്ചു കൊടുക്കണം. ഓക്കെ. അല്ല, ഒന്നാമതായി അടിരേഖ ഞങ്ങളല്ല, അടിരേഖ ഞങ്ങൾക്ക് തന്നാണ് പ്രസിദ്ധീകരിക്കുന്നത്. അല്ല, ഞങ്ങൾ പ്രസിദ്ധീകരിക്കൂല ഞങ്ങൾ പറഞ്ഞില്ല. അത് പ്രസിദ്ധീകരിക്കേണ്ട ഘട്ടം വരുമ്പോൾ ഞങ്ങൾ പ്രസിദ്ധീകരിക്കും. ഇപ്പൊ തടസ്സം ഞങ്ങൾക്ക് അയാളുമായിട്ട് ഒന്ന് ബന്ധപ്പെടണം. അത് ബന്ധപ്പെടാണ്ട് അടിരേഖ തരാൻ അടിരേഖ ഉള്ളവരോടല്ലേ ഇവർക്ക് എന്താ പറയുന്നത്? നമുക്കൊരു പറമ്പ് വിറ്റാല് അടിരേഖ ഉള്ള ആളെടുത്ത് അയാളടുത്ത് വേറെയും കുറെ ഉണ്ടാവില്ലേ? അപ്പൊ അല്ല, അയാളടുത്ത് ബന്ധപ്പെട്ട് വാങ്ങണം.
ഞങ്ങൾ എത്ര പ്രാവശ്യം കുടിച്ച് അവരെ കൂടി കൂട്ടിയിട്ട്, കാരണം പിന്നെ ഒരു സമാധാനം പിന്നെ ഒരു വിവാദം വരണല്ലോ. അവസാനം പിരിയാൻ മറുപടി ഇല്ല. കാരണം എന്തൊന്ന് ബന്ധപ്പെടാൻ വേണ്ടി സനത് അവിടെയാണ് ഇത്രയും കാലം പോക്കറ്റിലുണ്ട്, റെഡിയാണ്. ഇവിടെ പറഞ്ഞു പറഞ്ഞ സനത് ഇപ്പൊ സംഭവം തന്നെ എത്ര അബുദാബിയിലാണ്. എത്ര അബുദാബിയിലുണ്ടോ? ആ കഥ പറയാൻ വേറെ ഉണ്ട്. ഞാൻ സമയമില്ലാത്ത ചുരുക്കുക. അബുദാബി കഴിഞ്ഞ റമദാനിൽ പോയിട്ട് ഞങ്ങൾ നേർക്കുന്നതിന് ബന്ധപ്പെട്ട് AP ആയിട്ട് ബന്ധപ്പെട്ടാണ്ട് അവിടെ അന്വേഷണം ശ്രമിച്ചതാണ്. ഒരു രക്ഷയിലാണ് പോകാൻ വേണ്ട, അറബിനടുത്ത് പോകണ്ടല്ലോ, ആ വഴിക്കല്ല. വളരെ പ്രകടമായിട്ട് ഈ തട്ടിപ്പുകളൊക്കെ ഇങ്ങനെ പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഇതിനെ ആളുകൾ ഇവരെ പ്രഭാഷകരുണ്ട്, നിത്യപ്രഭാഷകർ, ഇവരിതിങ്ങനെ മഹത്വവൽക്കരിച്ച് പറയാം. 3 മുടിയാ അവിടെ ഉള്ളത്. ആ സാധാരണ റസൂലുള്ളാഹിന്റെ മുടി ലോകത്തൊക്കെ സൂക്ഷിച്ചൊരു തലമുടിയാ. അത് ഹജ്ജത്തുൽ വദായിൽ പഠിച്ചപ്പോ നബി തങ്ങൾ പറഞ്ഞു തിരക്കൂടിയപ്പോ സ്വഹാബികൾക്ക് ഇഖ്സിമു ബൈന ഷാറ വ ഷാറത്തൈൻ. അബൂതലഹ ആൾക്കാർക്ക് ഓരോ മുടി ഇരട്ടൂടി എല്ലാവർക്കും കൊടുത്തേക്കാറും. അങ്ങനെ കൊടുത്ത് തലമുടിയാ. ഇത് ഏപ്പിന് ഒന്നുകൂടി പൊന്തിക്കട്ടെ. സാധാരണ സ്വഹാബികൾക്ക് താബികൾക്ക് മുടി പോരാ. മൂപ്പരത്തുള്ള 3 മുടി എങ്ങനെയാണോ പ്രഭാഷകർ പറയാണ്. മൂപ്പരങ്ങനെ പൊക്കനെ സ്റ്റേജിലെത്തിയിട്ട് അള്ളാന്റെ റസൂലിന്റെ ഏത് തരത്തിലെ മുടിയാണ് നമ്മുടെ കാന്തപുര ഉസ്താദ് കിട്ടിയിട്ടുള്ളത്? വിശുദ്ധമായ ആ തലയിൽ നിന്നൊരു മുടി. അതിനെ കേൾക്കേണ്ടത് നമ്മള്. ഇവനെ താടിയിൽ നിന്നൊരു മുടി, ഇതിങ്ങനെ വേറിട്ട് മുടികളാ. കയ്യിൽ നിന്ന് മുടി റസൂലുള്ളാഹി കാന്തപുരത്തുള്ള മുടി, കയ്യിൽ നിന്ന് മുടി പറിച്ചു കൊടുക്കണ്ടോ? ഇതാണ് ആർക്കെങ്കിലും പറിച്ചു കൊടുക്കണോ? ഇതാത്തത് 3 മുടിയാ. കാന്തപുരത്തിൽ വൈവിധ്യമാർന്ന മുടികളാ. സ്ഥാപിക്കുന്ന ശിഷ്യന്മാര്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തെ ശറഫാക്കപ്പെട്ട തലമുടിയിൽ നിന്ന്, അവിടുത്തെ താടിരോമത്തിൽ നിന്ന്, അവിടുത്തെ കയ്യിൽ നിന്ന്, അവിടുത്തെ ശരീരത്തിൽ ശറഫാക്കപ്പെട്ട 3 അവയവങ്ങളിൽ നിന്ന് 3 ഷഅർ മുബാറക്കുകൾ നൽകി ബഹുമാനപ്പെട്ട ശൈഖുനാ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിനെ നമുക്ക് വേണ്ടി ആദരിച്ചു. വല്ലാത്ത സന്തോഷം തന്നെ. ഉസ്താദ് ഇവിടെ ഉള്ളത് കൊണ്ട് എനിക്ക് പറയാൻ വിഷമമുണ്ട്. എന്നാൽ ഉസ്താദ് അവിടെ തിരുത്തിക്കൂടത്. കുട്ടി അങ്ങനൊന്നും പറയണ്ട, തലീത്ത മുടിയാണ് തങ്ങൾ കൊടുക്കലുള്ളത്, നമ്മൾ പറഞ്ഞ് പൊളിച്ചല്ലേ എന്ന് പറയണ്ടേ? എന്നാ ഉസ്താദ് പറയില്ല, അതിന് സപ്പോർട്ടാ. ഈ മാതിരി പറഞ്ഞു പോകാ. എന്തായിരുന്നു റസൂലുള്ളാഹിന്റെ പേരിലല്ലേ ഈ കളി? ഇത് റസൂലിന്റെ ഇടപെടുമല്ലോ. നമ്മൾ ഈ മുടിയെ കുറിച്ച് ഇതിന്റെ സനത് കാലം ഒരു ഇല്ലാന്ന് ലാസ്റ്റ് സ്ഥാപിച്ചു. എന്നാ ചങ്ങനെ പറയാം, സനത് പറയണമെങ്കിൽ ആരാ തന്നെന്ന് പറയാം. ഒന്നാമത്തെ മുടി തന്നാൽ നമ്മൾ കണ്ടു അഹമ്മദ് ഖദറിന്റെ അറബിയ. ഈ ആദ്യത്തെ മുടി പിന്നീണ്ടല്ലോ അവിടെ. ആദ്യത്തെ മുടി ആരാണ് തന്നത്? അഹമ്മദിന് അപ്പുറത്തേക്ക് ആ പരമ്പരല്ല, ആളെ കുടുംബ പരമ്പരയേ ഉള്ളൂ. കുടുംബ പരമ്പര കൈമാറി പോകുന്നില്ല എന്ന് അറിയപ്പെട്ട കാര്യമാണ്. പിന്നെ നിങ്ങൾക്ക് ഒന്നാമത്തെ മുടി എവിടെ തന്നു? അതെങ്കിലും പറയും. സനത് പറയേണ്ട പറഞ്ഞ് AP ഒരിക്കൽ പ്രസംഗിത് പറഞ്ഞു. അത് ഡൽഹിയിലുള്ള മർഹാന ഷെരീഫിലെ സാദാത്തുക്കൾ വഴി കിട്ടിയാന്ന് പറഞ്ഞ ഒരു പ്രസംഗിത് പറഞ്ഞു. അതുകൊണ്ട് ഡൽഹികൾ കുറെ അന്വേഷിച്ച് നോക്കി. അങ്ങനത്തെ ഒരു ആൾ ഇക്ബാൽ ജാലിയവാൽ എന്ന് കിട്ടിയാണ്. ഡൽഹിയിൽ എവിടെ അന്വേഷിച്ചിട്ട് ഇക്ബാൽ ജാലിയവാൽ എന്ന ആളില്ല. പിന്നെ APന്റെ മോനൊരു ബുക്ക് എഴുതി. അബ്ദുൽ ഹക്കീം എന്ന് പറഞ്ഞൊരു മോനുണ്ട്. വലിയ ബിസിനസ്സുകാരനാണ്. കോഴിക്കോട്, കൊച്ചിയിൽ ഒക്കെ വലിയ ബിസിനസ് രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന മോനാ. ഈ മോനെന്നെയാണ് ഇപ്പൊ ഈ ബിസിനസിന്റെ ആളെന്നാണ് ഇവർ ഉസ്താദ്മാരൊക്കെ ഇവർ ബന്ധപ്പെട്ട ആൾക്കാർ. ഞങ്ങളെ വല്ല കുറ്റപ്പെടുത്തുന്നത് ഉസ്താദിന്റെ മോന്റെ പണിയാണ്. പള്ളിക്ക് ചുറ്റും ടൗൺഷിപ്പ് പുതിയ ഏർപ്പാടുകളൊക്കെ ഭയങ്കര ഗുരുമാലാണ്. മാത്രമല്ല 100 കോടി ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണത്ര എങ്ങനെ മർക്കസിന്റെ പേര് അത് ഹലാലാകാം. മാത്രമല്ല ടൗൺഷിപ്പ് എന്ന് പറഞ്ഞാൽ പള്ളിയുടെ ചുറ്റുമുള്ള ടൗൺഷിപ്പിൽ കള്ളും സിനിമയും മറിച്ചൊക്കെ ഡാൻസൊക്കെ വേണ്ടില്ല. അതങ്ങനെ മർക്കസിന്റെ പേര് 100 പ്രശ്നം അവർക്കിടയിൽ. അതവിടെ ഇരിക്കട്ടെ. ഏതായിരുന്നാലും നമ്മളെ വിഷയം അതല്ല. ഈ വിഷയത്തിൽ ഇക്ബാൽ ജാലിയവാലിൻ ഡൽഹിയിൽ നിന്ന് കിട്ടിയെന്ന ഡൽഹിയിൽ അങ്ങനെ ആളെ കാണുന്ന പിന്നെ ഏപ്പിന്റെ മകൻ ഈ മുടിനെ കുറിച്ചൊരു പുസ്തകം എഴുതി. ആ പുസ്തകം ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ ആ പുസ്തകത്തില് ഈ ഉപ്പാക്ക് ഈ മുടി കിട്ടിയത്, ഒന്നാമത്തെ മുടി കിട്ടിയത് ബോംബെയിലെ ഇക്ബാൽ ജാലിയവാലയിൽ നിന്നാണ്. അയാൾ ബോംബെക്കാണ്. AP വലിയ വളവനല്ല. AP നേരത്തെ ഡൽഹി ആണെന്നൊക്കെ നമ്മൾ സ്വീപ്പാക്കാൻ വേണ്ടിട്ട്, നമ്മൾ ഡൽഹി കൂടെ അടക്കാൻ വേണ്ടിയിട്ട്. ഇത് മകന്റെ ബുക്കിൽ ബോംബെയിലാണ്. അപ്പൊ മുംബൈയിൽ നമ്മൾ ബന്ധപ്പെട്ട ഒരുപാട് മലയാളി സുഹൃത്തുക്കളുണ്ട്, സംഘടനയുണ്ട്. ബന്ധപ്പെട്ട് അന്വേഷിച്ചു ഇക്ബാൽ ജാലിയവാലിന് ആർക്കും കൊടുത്തല്ല. ലാസ്റ്റ് നമ്മുടെ പ്രവർത്തകന്മാർ അവിടെയുള്ള ഉറുദു മദ്രസകളുണ്ട്. ഉറുദു മദ്രസയിലെ ഉസ്താദുമാരുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയും പരിശോധിച്ച് അന്വേഷിച്ചപ്പോൾ ലാസ്റ്റ് പിടി കിട്ടി. ഒരു ഇക്ബാൽ ജാലിയവാൽ അവിടെ ജീവിച്ചിരിക്കട്ടെ. അയാൾക്ക് നബിന്റെ മുടി ആ ആൾക്കങ്ങനത്തെ കുറെ പല സാധനങ്ങളുണ്ടെന്ന് ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട്. സംഭവം അങ്ങനത്തെ ഒരാളുണ്ട് ഇവിടെയായിരുന്നു. പിടുത്തം കിട്ടി. അപ്പൊ നമ്മളിവിടെ പോയ കൂട്ടത്തിൽ ഈ വിനീതനുണ്ട്. കാരണം തുറന്നു പറയാലോ, ചെന്ന് അദ്ദേഹത്തെ ബന്ധപ്പെട്ട് സംസാരിച്ച് നോക്കുമ്പോൾ അദ്ദേഹം സംസാരിക്കുന്നത് ഒരു ഫ്ലാറ്റ് നടങ്ങളിൽ നല്ല സൗകര്യമുണ്ട്. പൊട്ടിപ്പൊളിഞ്ഞ കോണിമ കൂടെ 3 നിലയിലേക്ക് നടന്ന് ഇങ്ങനെ കാരണം മുകളിൽ ചെന്നാൽ പൊട്ടിപ്പൊളിഞ്ഞൊരു ഫ്ലാറ്റ്, ചെറിയ സൗകര്യം, ഒരു വയസ്സായ ഒരു മനുഷ്യനടങ്ങനെ ഇരിക്കുന്നുണ്ട്. അയാൾ അവിടെ തന്നെ ഒരു കുട്ടിയെ തൊട്ടിലുണ്ടെങ്കിൽ ഉറങ്ങുന്നുണ്ട്. അപ്പൊ തന്നെ ആളെ പെണ്ണുങ്ങൾ അപ്പുറത്ത് ഇപ്പുറത്തൂടെ നടക്കുന്നുണ്ട്. മരുമകൾ നടക്കുന്നുണ്ട്. ആളും മകന്റെ ഭാര്യ കൈത്ര വരെയാണ്, തളിയിൽ തട്ടല്ല, ഇങ്ങനൊക്കെ നടക്കണം. അങ്ങനത്തെ ടീമാണ്. ഏതായിരുന്നാലും മൂപ്പര് നമ്മൾ ചെന്ന് സലാം പറഞ്ഞ് ഞങ്ങൾ കേരളത്തിൽ നിന്ന് ആ മുടി കാണാൻ വേണ്ടിയിട്ടാണ് ആള് നമ്മളെ ഷെയ്ഖ് മുടി കൈമാറുന്ന രംഗം കാര്യമൊക്കെയാണ് കാണിക്കുന്നത്. ഇതാണ് ഇപ്പൊ പറഞ്ഞ ഇക്ബാൽ ജാലിയവാല. ഏതായിരുന്നാലും
അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് നബിസ്വലാസം മുടിയുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ കേരളത്തിൽ നിന്ന് അറിയാൻ വന്നതാണ്. ഓ, എൻ്റെ അടുത്ത് നബിത്തങ്ങളെ മുടിയുണ്ടല്ലോ പറഞ്ഞു. നിങ്ങളാണോ AP അബൂബക്കർ മുസ്ലിയാർ ഞങ്ങൾ നാട്ടിൽ പണ്ടിതിന് മുടി കൊടുത്തത് ചോദിച്ചു. ഞാൻ നേർക്കുനേരെ കൊടുത്തിട്ടില്ല. എൻ്റെ അടുത്ത് ആരിഫ് ജീലാനി എന്ന ഒരാൾ മുടി വാങ്ങിക്കൊണ്ടിരുന്നു, അതിന് കൊടുത്തിട്ടുണ്ടാവും, ഞാൻ മുമ്പ് കുറച്ച് മുടി കൊടുത്തിരുന്നു, ഇയാൾ കൊടുത്തിട്ടുണ്ടാവും, അങ്ങനെ കേൾക്കുന്നു പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ആ അബൂബക്കർ മുസ്ലിയാരുടെ കത്ത് കൊടുത്തയച്ചിട്ടുണ്ട്. ആ കത്തിലുണ്ട്, ഈ മുടിയുടെ സനത് നിങ്ങൾ കൊടുത്തു വിടുകയാണെങ്കിൽ 5 ലക്ഷം രൂപ നിങ്ങൾക്ക് ഇയാളടുത്ത് തന്നുവിടാം എന്ന് പറഞ്ഞ് കത്ത് കൊടുത്തയച്ചിട്ടുണ്ട്. ആ കത്ത് കേൾത്തുണ്ടോ ചോദിച്ചു. ആ മൂപ്പര് സനതിലായിട്ട് കുടുങ്ങിക്കണല്ലോ. 5 ലക്ഷം മൂപ്പർക്ക് എന്താ 5 ലക്ഷം എന്ത് പ്രശ്നം? അപ്പൊ കത്തുണ്ടല്ലോ, ഒക്കെ സൂക്ഷിക്കലുണ്ട്. നമുക്ക് കത്തെടുത്ത് കാണിച്ചു. അഖിലേന്ത്യാ സുന്നി ജമാഅത്തിന്റെ ലെറ്റർ പേരിൽ മൂപ്പര് ഉറുദുവിൽ കത്തയച്ചേക്കാണ് സനത് കൊടുത്തേക്കാൻ വേണ്ടിയിട്ട്. ഇയാൾ പറയാണ്, ഇക്ബാൽ ജാലിയവാല 5 ലക്ഷം അല്ല 20 ലക്ഷം തന്നെ തന്നാലും ഭാഷ അങ്ങനെ ഉള്ളതുപോലെ പറഞ്ഞില്ല, 1 കോടി രൂപ 20 ലക്ഷം തന്നെ തന്നാലും സനത് ഞാൻ കൊടുക്കില്ല. കാരണം അവന് സനത് വേണ്ടേ, അങ്ങനെ സംഭവം ഇവിടെ ഇല്ല. പിന്നെ എങ്ങനെ സനത് കൊടുക്കുക ചോദിച്ചു. ശരി എന്ന് പറഞ്ഞു. എന്നാ മുടി നമുക്കൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ഓ, കാണാൻ ഇവിടെ സാധനമൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ നിങ്ങൾ മുടി ഇപ്പൊ ഈ AP തന്നെ എങ്ങനെ കൊടുത്തുള്ളൂ, വേറെ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ ചോദിച്ചു. എൻ്റെ അടുത്ത് വേറെയും ചില ആൾക്കാർ മുടി വാങ്ങിക്കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെ അബുദാബി തന്നെ ഈ അടുത്ത കാലത്ത് ഒരാൾ മുടി വാങ്ങിക്കൊണ്ടുപോയിട്ടുണ്ട്. അബുദാബി. അപ്പൊ തന്നെ നമ്മുടെ മനസ്സിങ്ങനെ ത്രസിച്ചു. കാരണം അബുദാബിന്റെ ഷെയ്ഖ് അഹമ്മദ് ഖാദറിയാണ് AP കൊണ്ട് കൊടുത്തത്. അവർ അബുദാബിനാണ് കൊടുത്തിട്ടുണ്ട്. ആരാണ് ആലോചിച്ചു. അതിന് പേരൊന്നും ഓർമ്മയില്ല. കത്ത് ഇവിടെ ഉണ്ട്. ഒരു മന്ത്രിന്റെ മകനാണ്. മന്ത്രിന്റെ മകനാ കുറച്ചുകൂടി നമുക്ക് എന്തായി ഒരു താല്പര്യം തോന്നി. കാരണം ഇയാളെ വാപ്പ അവിടുത്തെ മന്ത്രിയാ, മരിച്ചുപോയി. അള്ളാഹു വലിയ പണ്ഡിതനായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മന്ത്രിയുമായി പേഴ്സണൽ ബന്ധമുള്ള കൊടുത്തപ്പെട്ട ലൈവ് വിനീതൻ. 1 മാസം ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹം ക്ഷണിച്ചു പോയി അതിഥിയായി താമസിക്കുന്നു. ഞാൻ ആ കാര്യം വിശദീകരിക്കല്ല. അപ്പോ അദ്ദേഹത്തിന്റെ ഒരു മന്ത്രിന്റെ മകനാകും. അപ്പൊ ഈ മകന് കൊടുത്തിന് വല്ല മകന്റെ കത്തോ തെളിവോ എന്തെങ്കിലും ചോദിച്ചു. ഓ, കത്തുണ്ടല്ലോ. മൂപ്പരിങ്ങനെ ഫയൽ തപ്പി പിടിച്ച് തെരഞ്ഞെടുത്ത് കത്ത് കാണിച്ചു. അപ്പൊ അഹമ്മദ് ഹസറത്ത് എന്ന ഈ മകന്റെ ലെറ്റർ ഹെഡില് 3 പേജിൽ ടൈപ്പ് ചെയ്ത് ഇദ്ദേഹം ഒപ്പുവെച്ച കത്ത് ഫുള്ളൊന്ന് വായിച്ചു നോക്കി. ഞാൻ 7 സാധനം എനിക്ക് വേണമെന്ന് ആവശ്യം. എല്ലാ നബിന്റെ എല്ലാ സാധനം മൂപ്പര കയ്യിലുള്ള കാണുമ്പോൾ നമുക്ക് മനസ്സിലായ. അപ്പൊ 7 സാധനം നമ്പർ ഇട്ടിങ്ങനെ ഇതൊക്കെ എനിക്ക് വേണമെന്നാ പറയണം. മൂപ്പര വേണ്ടൊക്കെ ചെയ്യാറുണ്ട്, എഴുതി ഒപ്പിട്ടിട്ടുണ്ട്. അപ്പൊ പക്ഷേ ഈ ഹസറത്ത് എന്നാണ് ഈ കത്ത് അയച്ചത് നോക്കി. 20/5/2007. AP എന്ന ഒന്നാമത്തെ മുടി ഈ ജാലിയവാല കൊടുത്തത് 2005 അല്ലെങ്കിൽ 2004 ലാസ്റ്റ്. അത് ശരി. അപ്പൊ അത് കഴിഞ്ഞിട്ട് 2007. അപ്പൊ ആ മുടി പൊളിഞ്ഞു 2 കൊല്ലം കഴിഞ്ഞപ്പോ സനതില്ലാറിട്ട്. അപ്പൊ AP എടുത്ത വളവാണിത്. ഇത് അറബ് നാട്ടിൽ മുടി കൊണ്ടുപോകാൻ ഏർപ്പാടാക്കിയിട്ട് അറബിയിൽ നിന്ന് നേരിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന ആൾക്കാർക്ക് സംശയം ഉണ്ടാകാൻ നല്ല തന്ത്രം സ്വീകരിച്ചതാ. വൈറ്റ് ആക്കും, നമ്മൾ ബ്ലാക്ക് വൈറ്റ് ആക്കണ മാതിരി ഇവിടുന്ന് കടത്തിയിട്ട് അവിടുന്ന് വൈറ്റ് ആക്കിയിട്ട് കൊണ്ടുവന്ന ഇതാ സംഭവം. നമുക്ക് ഡേറ്റ് നോക്കി മനസ്സിലായി 2007. ശരി. അപ്പൊ ആ കത്ത് നോക്കി ബോധ്യപ്പെടുന്ന സാധനം കാണട്ടെ അവൻ. ഓ, കാണിച്ചു തരാലോ. അങ്ങനെ ചായയും കടിയൊക്കെ തിന്നുമ്പോൾ ചിലർക്ക് പലഹാരമൊക്കെ ഉണ്ടാക്കി നമുക്ക് കൊണ്ടുവന്ന് കഴിച്ച് കാണിച്ചു നോക്കുമ്പോ ആ നബിത്തങ്ങളുടെ മുടി ചെറിയ റൂമുണ്ട് മൂപ്പര് കിടക്കണ നേരെ വെക്കും. ആ റൂമിൽ നോക്കുമ്പോ ഇതിന്റെ ഏകദേശം ഇരട്ടിയുള്ള ഒരു ഗ്ലാസിന്റെ പെട്ടിയുണ്ട്. അടിയിൽ ചുറ്റും മരാണ്, മുകളിൽ ഗ്ലാസ്സാണ്. ഗ്ലാസിന്റെ ഒരു പെട്ടി. ഈ പെട്ടിയിൽ ഒരു വലിയ മുടിക്കെട്ട് നമുക്ക് മനസ്സിലാവില്ല. ഈ കാണുന്ന മുടിക്കെട്ടൊന്നും പോലല്ല. ഇദ്ദേഹത്തിന്റെ കൈവശമുള്ളത് ഒരു പെണ്ണിന്റെ നല്ല വലുപ്പമുള്ള ഒരു മുടിയുള്ള ഒരു പെണ്ണിന്റെ മുടി മൊത്തം വടിച്ചെടുത്തിട്ട് ഒരു കെട്ടാക്കിയിട്ട് കുറച്ച് അസാമാന്യമായ നീളം, സാധാരണ നീളമല്ല, അങ്ങനത്തെ മുടിക്കെട്ടി ഈ പെട്ടിയിൽ ഒന്നിച്ച് അടങ്ങാനിട്ട് ഇങ്ങനെ ഇട്ടിരുന്നു. ചുരുട്ടിങ്ങനെ വളച്ചിങ്ങനെ വെച്ചിട്ടുണ്ട്. വലിയൊരു മുടിക്കെട്ട്. ഇതൊക്കെ റസൂലുള്ളാഹിന്റെ മുടിയാ വെച്ചു. ഓ, റസൂലുള്ളാഹിന്റെ മുടിയാണ്. അപ്പൊ അതിന് മുമ്പിൽ വേറൊരു കെട്ടെടുത്തു. ഇത് റസൂലുള്ളാഹിന്റെ പുതപ്പാണ് നമ്മൾ കാണിച്ചത്. വലിയൊരു പുത്തൻ പുതപ്പ്, നല്ല രോമത്തിന്റെ പുതപ്പ്, ബ്ലാക്ക്. അപ്പത്തിന് മുമ്പിൽ വേറെടുത്തു റസൂലുള്ളാഹിന്റെ ജുബ്ബയാണ്. അപ്പത്തിന് വേറെ ഒരു കെട്ടുന്ന മുമ്പിലെടുത്തു. ഇത് റസൂലുള്ളാഹിന്റെ തലപ്പാവാണ്. അപ്പുറത്ത് വേറെടുത്തു റസൂലുള്ളാഹിന്റെ ചെരുപ്പാണ്. അപ്പത്തിന് വേറെ വടിയെടുത്തു. റസൂലുള്ളാഹിന്റെ വടിയൊക്കെ എന്താ രസം കാണാന്നോ, മാന്റെ കൊമ്പിന്റെ പിടിയുണ്ടാക്കി പുതിയ പുത്തൻ വടി. അപ്പത്തിന് മുഹീദ്ദീൻ ഷേഖിന്റെ താടിയാണ് പറഞ്ഞത്. മുഹീദ്ദീൻ ഷേഖ് താടി എടുത്തു. അപ്പത്തിന് മുഹീദ്ദീൻ ഷേഖിന്റെ പിന്നെ ഫാത്തിമാവിന്റെ വിരിപ്പാണ് ഇത് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. നമ്മൾ കണ്ടിട്ട് ഉള്ളിൽ ചിരിയുടെ പുറത്തേക്ക് തിരിച്ചാൽ അയാളെ വിശ്വാസമല്ലെന്ന് വരില്ലേ. അപ്പത്തെ മുഹീദ്ദീൻ ഷേഖിന്റെ കളർ ഫോട്ടോ ആണ്. മുഹീദ്ദീൻ ഷേഖിന്റെ കളർ ഫോട്ടോ, ആ ഫോട്ടോ കേട്ടോ, എന്നിട്ടല്ലേ കളർ ഫോട്ടോ. ഈ മാതിരി സാധനങ്ങൾ അനവധി. ശരിക്കും ചെന്ന് നോക്കിയാൽ നമുക്ക് ബോംബെയുള്ള വിസൊന്നും വേണ്ട, ആർക്കും പോയാൽ കാണാൻ പറ്റും. ലോകത്ത് മഹാന്മാരെ തിരുശേഷികൾ എന്തൊക്കെ അതൊക്കെ ഇയാളെ കയ്യിലാ തോന്നുന്നു കണ്ടാൽ. ഓക്കെ ശരി. ഇതൊക്കെ കണ്ട് നമുക്ക് ബോധ്യപ്പെട്ട് മനസ്സിലാക്കി പിന്നെയും വന്നിരുന്നു. നമ്മൾ ലാസ്റ്റ് ചോദിച്ചു മൂപ്പരോട്, അല്ല ഒരു മുടി നമുക്ക് തരാൻ പറ്റും? ധാരാളം മുടി ഉണ്ടല്ലോ, ഒരു മുടി നമുക്ക് കേരളത്തിൽ തരാൻ പറ്റുമോ ചോദിച്ചു. അപ്പൊ ഇയാൾ ചോദിച്ചു, നിങ്ങൾക്ക് അബൂബക്കർ മുസ്ലിയാരുടെ മുടിയില്ല, അത് പോരെ ചോദിച്ചു. നമ്മൾ സത്യത്തിന് വർഗത്തുണ്ടാവുമല്ലോ. ഈ അബൂബക്കർ മുസ്ലിയാർ ഞങ്ങൾ നല്ല യോജിപ്പിലല്ല. മൂപ്പര് വേറെ പാർട്ടി, ഞങ്ങൾ വേറെ പാർട്ടിയാണ്. മൂപ്പരോട് പറഞ്ഞെടുത്തു. മൂപ്പരെ കാര്യം പറഞ്ഞെടുത്തു, നിങ്ങളെ ഷെയ്ഖാണ്, മൂപ്പരെ ഷെയ്ഖാണ് നിങ്ങൾ മൂപ്പര് പ്രസംഗിക്കുന്നുണ്ടായിരുന്നു. പ്രസംഗത്തിലുണ്ട്, എന്റെ ഷെയ്ഖാണ് ഇക്ബാൽ ജാലിയവാല.
അത് കളവല്ല. ഇക്ബാൽ ജാലിവാല ഇവർ കണ്ടിട്ടെന്നില്ല. ഇയാളെന്ന് ആരിഫ് ജിലാനി ഇറങ്ങുന്ന മുടി കൊണ്ട് ആ മുടി നോക്കി കൊടുത്തു. ഒരു ബന്ധമല്ല എപ്പിയും ഈ ജാലിവാലായിട്ടും പുതിയ ബന്ധം ഉണ്ടാക്കിയിട്ടുമാണ്. അപ്പൊ ഇതുപോലെ കളവുകൾ പറയാറുണ്ട്. ഞങ്ങൾ ബന്ധമല്ല, ഞങ്ങൾ വേറെ സംഘടനയാണ്. അപ്പൊ ഞങ്ങൾക്കൊന്നും കിട്ടിയാൽ തിരക്കിടില്ല. എന്നങ്ങനെ രാത്രി വരികയെന്നാണ്. അവ കിട്ടുന്ന പ്രതീക്ഷയായി. അങ്ങനെ രാത്രി നമ്മൾ പറഞ്ഞ സമയത്ത് ചെന്നു ഞാൻ ചില സുഹൃത്തുക്കൾ ചെന്നിട്ട് മൂപ്പര് ചില ആൾക്കാരെ കൂട്ടി വന്നിട്ടുണ്ട്. ആൾക്കാരെ മൂപ്പര് സഹായികളുണ്ട്, ഒക്കെ ശരിയാക്കി മുടി ചെയ്തിട്ടുണ്ട്. നമുക്ക് തരാൻ വേണ്ടി ഒരു ഗ്ലാസിന്റെ പെട്ടി. ആ ഗ്ലാസിന്റെ പെട്ടിയിൽ ഒരു വെള്ളിന്റെ അർദ്ധപാത്രം, ആ പാത്രത്തിൽ കുറച്ച് അത്തർ ഒഴിച്ചു. എന്നിട്ട് അതിൽ മെഴുകിന്റെ ഒരു കട്ട ഇങ്ങനെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിന്റെ മുകളിൽ ഇങ്ങനെ മുടി ഇങ്ങനെ നമുക്ക് നട്ടുപിടിപ്പിച്ചാണ് ആ പെട്ടി പൊതിഞ്ഞിട്ട് രാജകീയമായി തരുന്ന ആ പൊതിഞ്ഞു തരുന്ന രംഗാണ് നിങ്ങൾ കാണുന്നത്. അപ്പൊ ഈ സംഭവം ഈ രീതിയിൽ എല്ലാം റെഡിയാക്കി നമുക്ക് തരാം. അപ്പൊ നമ്മൾ ലെറ്റർ പേഡിൽ എഴുത്തു കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ കൃത്യമായി ലെറ്റർ പേഡിൽ എഴുത്തു കൊടുത്തു. ലെറ്റർ പേഡിൽ എഴുത്തു കൊടുത്തപ്പോ ലെറ്റർ പേഡിൽ എഴുത്തു കൊടുത്ത കോഴിക്കോട് നമ്മുടെ ഇസ്ലാമിക് സെന്റർ റെയിൽവേ ലിങ്ക് റോഡിൽ ഇസ്ലാമിക് സെന്ററിലെ പള്ളിയിൽ വെക്കാൻ പറഞ്ഞിട്ടാണ് എഴുത്തു കൊടുത്ത്. ഒരു മുടി വേണമെന്നാ പറഞ്ഞത്. മൂപ്പര ലെറ്റർ പേഡിൽ എഴുത്തൊക്കെ വാങ്ങി വെച്ചിട്ട് മൂപ്പര് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു മുടിയാണ് മൂപ്പര് എടുക്കുകയാണ്. മൂപ്പരെ കയ്യിലിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ ഈ സ്വർണ്ണതൊക്കെ തട്ടമാരെടുക്കുന്ന സാധനം ഉണ്ടല്ലോ, അതുപോലെ മെല്ലെ നെക്കി പിടിച്ചിട്ട് ഒരു മുടി എടുത്തു. മുടി ഈ കെട്ട് മുടി കഴിക്കണേ അല്ല. ആ ഗ്ലാസ് വെട്ടി അങ്ങനെ തന്നെ വേറെ ചെറിയ പാത്രം നട്ട മുടിയുടെ പീസുകളുണ്ട്. സംഭവം ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഇങ്ങനത്തെ പീസുകൾ പണിയില്ല. അതിനടുത്തിരുന്ന് ഓരോ മുടി ഇങ്ങനെ നട്ട് പിടിപ്പിക്കാൻ ഒന്ന് എടുത്തില്ല. ഒന്നെടുത്ത് ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് ഒരു നാലെണ്ണാക്കിയാലോ ചോദിച്ചു. അൽഹംദുലില്ലാ, ജസാക്കല്ലാഹു ഖൈർ, ജസാക്കല്ലാഹ്. നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ചു. കാരണം ഒരു മുടി ചോദിച്ചാൽ നമുക്ക് 4 മുടിയല്ലേ. അപ്പൊ ഒരു 4 കേരളത്തിൽ ബുദ്ധിമുട്ടി വന്നാലേ 4 മുടി. ലോകത്ത് റസൂലുള്ളാഹിന്റെ തൊട്ട് ശേഷം ഒരു മുടി കിട്ടാല്ലാത്ത കാലഘട്ടം ഇത്. 1400 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു മുടി ചോദിച്ചാൽ നമുക്ക് യാതൊരു പരിചയമില്ലാത്ത നമുക്ക് ചെന്ന അന്ന് തന്നെ ഒരു മുടി ചോദിച്ചപ്പോ 4 മുടി. 4 മുടി അങ്ങനെ നട്ടുപിടിപ്പിച്ച് എന്നിട്ട് ചോദിച്ചു, ഒരു 7 ആക്കിയാലോ ചോദിച്ചു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, ഒരുപാട് ഖൈർ ദുആവും. അപ്പൊ 7 അടുത്ത 6 7 ഉറുദുല 1 2 3 4 ഇങ്ങനെ എടുത്ത് എണ്ണിങ്ങനെ നമ്മൾ ഫിറ്റ് ചെയ്ത് തരാം. നമ്മളെങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 ആയിക്കോട്ടെ, ഒരു മടിയില്ല. കാരണം ആ പാർട്ടിയിൽ ഇഷ്ടം പോലെ സാധനം ഉണ്ട്, ഇത്ര പീസുകൾ. മറ്റേ 8 മുടിക്ക് ഒരു കുഴപ്പം പിന്നെയും വരുന്നില്ല. അങ്ങനെ 7 മുടി നമ്മൾ തന്നു. ഇതാ അന്തസ്സായി ഏറ്റു വാങ്ങി തിരിച്ചു പോകുന്നു. ഇവര് പല കളവും പറയാറുണ്ട്. നമ്മളവിടെ ചെന്നിട്ട് ഈ ക്യാമറയിൽ ഒളിക്യാമറയിൽ ഇയാളെ പെണ്ണുങ്ങളെ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു. എന്നിട്ട് നമ്മൾ ആട്ടി വിട്ടതാണ്, മാപ്പ് എഴുതി വാങ്ങിയതാണ്. മാപ്പ് എഴുതി വാങ്ങിക്കണ അതിന്റെ കടലാസ് ഉണ്ടാവുമല്ലോ, അന്തസ്സുണ്ടെങ്കിൽ ആ കടലാസൊന്നും കൊണ്ടു പ്രസിദ്ധീകരിക്കട്ടെ. മാത്രമല്ല നിങ്ങൾ കണ്ടല്ലോ അന്തസ്സായി രാജകീയമായി ചിരിച്ചുകൊണ്ട് നമ്മളെ യാത്രയൊക്കെയാണ്. ആ കെട്ട് ഭംഗിയായി പൊതിഞ്ഞു തന്നിട്ട് അയാളെ ഭാര്യന്റെ ഫോട്ടോ അന്യമായി എടുക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അന്തസ്സായി ആ മുടി എനിക്ക് കൈമാറുന്നതിന്റെ സുഹൃത്തുക്കളൊപ്പം കൈമാറുന്ന മകനും കൂടി കൈമാറുന്ന രംഗം നോക്കി മുടി തരുമോ? എന്നിട്ട് കള്ളം പ്രചരിപ്പിക്കുന്നു. അങ്ങനെ കള്ളം പറയുന്നത് മടിയില്ലാത്ത ആളുകൾക്ക് നമുക്കൊന്നും ചിന്തിക്കാനില്ല. അവർ പറയട്ടെ, അന്തസ്സായി തന്നു, മാന്യമായി യാത്ര അയച്ചു. ഞാനിത് പറയാൻ കാരണം അവർക്ക് 7 മുടി നമ്മളെ കൈവശമുണ്ട്. പിന്നുള്ളൊരു പ്രശ്നം, ഈ 7 മുടി നമ്മളെ മുടി എപിക്ക് കിട്ടിയ മുടിന്റെ ഒറിജിനലാണോ? എപിക്ക് ഒറിജിനൽ ജാലിയവാല കൊടുത്ത മുടിയാണ്, റസൂലുള്ളാഹിയാണോ അല്ലേ എന്നുള്ളത് വേറെ പ്രശ്നം. ഇക്ബാൽ ജാലിയവാല കൊടുത്ത ഒറിജിനൽ മുടിയാണ് ആ കാന്തവൃത്തിന്റെ കയ്യിലുള്ളത്. രണ്ടാമത് അറബി കൊടുത്തതും ഇക്ബാൽ ജാലിയ അറബിക്ക് കൊടുത്തു, അറബി വഴിക്ക് കാന്തവൃത്തിന് കിട്ടി. സ്ഥാനത്ത് ഒരാൾ കൂടുന്നു മാത്രം. ഒന്ന് അറബി വഴി ഇക്ബാൽ ജാലിയ എടുത്തു, മറ്റൊന്ന് നേർക്ക് നേരെ ജാലിയ, അതിന്റെ അപ്പുറത്തേക്ക് സ്ഥാനത്തില്ല എന്നുള്ള പ്രശ്നമുള്ളൂ. മുടി അവർക്ക് കിട്ടിയ അതേ മുടി തന്നെ നമുക്ക് കിട്ടിയത്. വളരെ കൃത്യമായി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ആരും പറയേണ്ട, ആ മുടി നമുക്ക് കിട്ടിയ മുടി ഒറിജിനൽ ആണെന്ന് സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ കൃത്യമായി പറയുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും. പക്ഷേ ജനങ്ങളെ ബോധ്യപ്പെടേണ്ടത് എളുപ്പം കിട്ടുന്ന കാര്യങ്ങൾ ബോധ്യപ്പെടേണ്ടത്. എപ്പിന്റെ മുടിക്ക് ആകെ 3 മുടിയുള്ളൂ. 3 മുടിക്ക് 42 കോടിന്റെ പള്ളിയാണ്. നമ്മളെ കയ്യിൽ 7 കോടി. അപ്പൊ എത്ര കോടിന്റെ പള്ളി നമ്മൾ ഉണ്ടാക്കേണ്ടത്? അമ്മാതിരി സംഭവത്തിന് നിസ്സാരമായി കിട്ടാൻ മൂപ്പര പള്ളിക്ക് വരല്ലാതെ മുടിക്കും വരല്ലാതെ. അപ്പൊ മൂപ്പർ എന്ത് ചെയ്തു? കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു കളവുണ്ടാക്കി എന്ന് പറഞ്ഞാൽ കൃത്യമായി സത്യസന്ധമായി നമ്മൾ കോഴിക്കോട് ഇസ്ലാമിക് സെന്റർ പള്ളിയിൽ വെക്കാൻ തന്നെ മുടി വാങ്ങിയതും അപേക്ഷ എഴുതി കൊടുത്തതും സാക്ഷാൽ ഇക്ബാൽ ജാലിയവാല അദ്ദേഹത്തിന്റെ ലെറ്റർ പേഡിൽ നമുക്ക് എഴുതി തന്നതും ഇക്ബാൽ ഈ പറഞ്ഞ കോഴിക്കോട് ഇസ്ലാമിക് സെന്റർ പള്ളിയിൽ വെക്കാനാണ്. ഇത്ര സത്യം നിലനിൽക്കാൻ ആ രേഖന്റെ കൈവശം ഞാനിപ്പോ സമയമില്ലാത്തതുകൊണ്ട് കാണിക്കുന്നതിൽ ആവശ്യമാണ് എവിടെയും കാണിക്കും. ഇത്ര കൃത്യമായിട്ട് കോഴിക്കോട് പള്ളിക്ക് തന്ന മുടിയെ കുറിച്ച് കാന്തപുരം എന്താ പറയണതോ? എനിക്ക് ഷാറൂബാർക്ക് തന്നയാൾ ഇവർക്കും കൊടുത്തു. ഷാറൂബാർക്ക് സംഭവം ഒറിജിനലാണ്. പക്ഷെ മൂപ്പരെ കളവറുണ്ടാക്കി ഫിറ്റ് ചെയ്തെന്താ? ഇവർ ദാറുൽ ഹുദയുടെ വലിയ ഫോട്ടോ എടുത്ത് കൊണ്ടുപോയി. ദാറുൽ ഹുദ ചമ്മാട് വലിയ സ്ഥാപനമാണ്. ആ ദാറുൽ ഹുദയിൽ നിറയെ കുട്ടികളും ഫോട്ടോയിൽ ഇങ്ങനെ കാണാം. എന്നിട്ട് ആ ഫോട്ടോയിൽ ഒരു സ്ഥലത്ത് അവരിങ്ങനെ കൈവച്ച് കാണിച്ചു കൊടുത്തു, ഇവിടെ നിങ്ങൾ വലിയൊരു കുബ്ബ പണിയും. ആ കുബ്ബയുടെ മുകളിൽ ഗ്ലാസിന്റെ വലിയൊരു പേടകം, അതിന്റെ പുറത്തിൽ ഗ്ലാസിൽ നിങ്ങളുടെ പേര് വലുതായി എഴുതി വെക്കും, ഇക്ബാൽ ജാലിയവാല. എന്നിട്ട് ആ ഗ്ലാസ് പേടകത്തിന്റെ ഉള്ളിൽ ഞങ്ങൾ ഷാർ മുബാറക് കൊണ്ടുപോയി സൂക്ഷിക്കും. ആയിരങ്ങൾ സന്ദർശനത്തിന് വരും. ഖിയാമത്ത് നാൾ വരെ നിങ്ങൾക്ക് പ്രാർത്ഥന കിട്ടും.
അതുകൊണ്ട് ഞങ്ങൾക്ക് ഷാറു മുബാറക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അവർക്കും കൊടുത്തു ഷാറു മുബാറക്ക്. അവ ചമ്മാട് ദാർന്ന് ഇങ്ങനെ പറഞ്ഞാണ് നമ്മൾ സംഘടിപ്പിച്ചത് എന്ന് കാന്തപുരം പറയുന്നത് ശുദ്ധമായ കളവാണ്, ശ്രദ്ധിച്ചോ, നമുക്ക് കിട്ടിയ രീതി. പക്ഷെ നമ്മളെ മുടി ഒറിജിനൽ നമുക്ക് കൃത്യമായി പറയുന്നു. വരികൾക്കിടയിൽ നോക്കിക്കോ. എന്നൊരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. ആ സ്ഥാപനത്തിന്റെ കുട്ടികൾക്ക് ഫോട്ടോ കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ തൊട്ട് കാണിച്ചു കൊടുത്തിട്ട് ഇവിടെ ഇതിന്റെ മുകളിൽ ഞങ്ങളൊരു കുബ്ബയുണ്ടാക്കും, ഗ്ലാസ് വെച്ചിട്ട് നല്ല കുബ്ബയുണ്ടാക്കി അതിൽ ഞങ്ങൾ സൂക്ഷിക്കും, നിങ്ങളുടെ പേര് അവിടെ എഴുതും, എന്നിട്ട് ഖിയാമത്ത് നാൾ വരെ നിങ്ങൾക്ക് ദുആ കിട്ടും, അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്കും റസൂലുള്ളാഹിയുടെ ശഅറ് മുബാറക്ക് തരണമെന്ന് കേണപേക്ഷിച്ചപ്പോൾ എനിക്ക് തന്ന ആൾ അവർക്കും കൊടുത്തു. നോക്കുന്നത്. അപ്പൊ നമുക്ക് ഒറിജിനൽ കിട്ടിയ മുടി മൂപ്പർക്ക് കൊടുത്ത അതേ ജാലിയാവാൻ അതേ മുടി തന്നെ നമുക്ക് മൂപ്പർക്ക് 3 വേറെ വഴിക്ക് കിട്ടി, നമുക്ക് 7 കിട്ടി. അപ്പൊ ഇവര് പറയാറുണ്ട് അവിടെ, എടാ നിങ്ങൾക്ക് ഏപ്പിനോടുള്ള അസൂയോണ്ട് തന്നെ സത്യത്തിൽ എതിർപ്പ്. കാരണം ഏപ്പിക്ക് റസൂലിന്റെ തന്നെ മുടി ഏപ്പിക്കല്ല കിട്ടി, നിങ്ങൾക്ക് അത് കിട്ടിയില്ലോ. ഇതിപ്പോ അസൂയ എങ്ങട്ടാ വേണ്ടേ? അവിടെ 3 നമ്മളെ കയ്യിൽ 7 അല്ലേ? അങ്ങട്ടല്ലല്ലോ അസൂ, ഇവിടെ 7 കിട്ടിയിട്ടില്ലേ? ഇരിക്കട്ടെ, മൂപ്പര് അംഗീകാരം തന്നു, സത്യമായിട്ട് നമുക്ക് കിട്ടിയ മുടി ഒറിജിനലാണ്. ഇനി ഇയാൾ പറയുന്നത് നമുക്ക് 7 മുടി കിട്ടി അംഗീകരിക്കുന്നത് ശരി വെക്കുന്ന പ്രസംഗത്തില്. ഇനി കളവ് പറഞ്ഞുള്ള ഏറ്റവും പ്രകടമായ തെളിവാ ഇയാളെ തന്നെ മറ്റൊരു പ്രസംഗകൻ ഇതിനെക്കുറിച്ച് തമ്മിൽ കളവ് പറയുമ്പോൾ യോജിപ്പുണ്ടാവല്ലോ, അപ്പോഴായി വൈരുദ്ധ്യം വരാ. ഇയാളെ തന്നെ സ്വന്തം പ്രസംഗകൻ ഈ മുടിയെ കുറിച്ച് പറയുന്നുണ്ട്, സത്യമായിട്ട് പറയുന്നുണ്ട്. ഇവർക്ക് ഇസ്ലാമിക് സെന്റർ പള്ളിയിൽ വെക്കാൻ മുടി കൊടുത്തു, അങ്ങനെയാണ് മുടി വാങ്ങിക്കൊടുത്ത്. പക്ഷെ അവിടെ ഉപരി വ്യത്യാസം പറയുന്നുണ്ട്, നമുക്ക് 7 മുടി പറഞ്ഞാൽ ഒരു മുടിയിൽ നിന്ന് പിരിഞ്ഞിട്ട് ആ 7 മുടി ഭയങ്കര കറാമത്താണ്. ലോകത്ത് റസൂലുള്ളാഹിയുടെ ഒറ്റ മുടിയും പിരിഞ്ഞ് എവിടെ ഉണ്ടാവില്ല. ഇതുവരെ കൈ കിട്ടുന്ന മുടി പിരിയ എന്തൊക്കെ അത്ഭുതങ്ങൾ കാണിക്കുന്നത്. അപ്പൊ ഈ മുടി ഒരു മുടി ബോംബെയിൽ ജാനവാലിന്റെ കയ്യിൽ ഒരു മുടി തന്നെ, പക്ഷെ 7 പിരിഞ്ഞ 7 മുടി, ഒറ്റ മുടിന്റെ 7 എതലുകളാണ് കൊടുത്തത് നോക്കി പറയുന്നത്. പക്ഷെ അവിടെ സത്യം പറയുന്നത് ഇസ്ലാം സെന്റർക്ക് വെക്കാൻ തന്നെയാണ് വാങ്ങിയത് നോക്കി പറയുന്നത്. ദേപ്പിക്ക് നേരെ കടക്കാൻ വരും. സത്യം ഒരാളെ കൂട്ടി ഇവർ ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് കോഴിക്കോട് ഇസ്ലാമിക് സെന്റർ എന്ന സ്ഥാപനമുണ്ട്, ആ സ്ഥാപനത്തിൽ വെച്ച് ബറക്കത്തെടുക്കാനാണ്, അവിടെ ജനങ്ങൾക്ക് ഉപയോഗിക്കാനാണ്, അതുകൊണ്ട് നിങ്ങളെ ഷഅറ് മുബാറക്കിൽ നിന്ന് വേണം എന്ന് പറഞ്ഞപ്പോൾ അയാൾ നിഷ്കളങ്കനായ മനുഷ്യനാണ്. ആ സാധു ഒരു ഷഅറ് മുബാറക്കിൽ നിന്നുള്ള 7 മുളച്ചുണ്ടായ ഇതളുകൾ അതാണ് ഇവർക്ക് നൽകിയത്. അപ്പൊ ഇസ്ലാം സെന്ററിലാണ് മുടി കൊടുത്തത്. നോക്കി നിങ്ങൾ എ പി നേരെ കടക്കുന്നത്. എ പി നന്നായി കളവ് ഒപ്പിക്കാൻ പറ്റിയ കഴിവ് അത്ര ശിഷ്യന്മാർ കഴിവില്ല, എന്ത് ചെയ്യാനാ? പക്ഷെ നേരെ പ്രകടമായ കളവ് വൈരുദ്ധ്യങ്ങൾ കണ്ടെത്തിയല്ലോ. ഏതാ 2 കൂട്ടരും സമ്മതിച്ചു, 2 പ്രസംഗകരും നമുക്ക് കിട്ടിയ മുടി ഒറിജിനലാണ്, എ പിന്റെ കയ്യിലുള്ള മുടി ഒറിജിനലാണ്, 2 റസൂലുള്ളാഹിന്റെ മുടിയാണ് അവർ വാദിക്കുന്നത്. തിരക്കുള്ള എ പിക്ക് പറഞ്ഞിട്ടാൽ മതിയായിരുന്നു, ഇവർക്ക് കിട്ടിയ ഒറിജിനൽ അല്ല, ഏതോ തട്ടിപ്പുള്ള മുടി കൊടുത്താണ്, ഞങ്ങളെ കയ്യിലുള്ള ഒറിജിനലാണ്, ഇവർ രക്ഷപ്പെടുമായിരുന്നു. പക്ഷെ അല്ലാഹു തആല അങ്ങനെ രക്ഷപ്പെടുത്തൂല്ലോ, ഇത് തട്ടിപ്പല്ലേ, ഇത് റസൂലുള്ളാഹിന്റെ കാര്യത്തിലല്ലേ. ഏതായിരുന്നാലും അപ്പൊ നമ്മുടെ കയ്യിൽ 7 ഒറിജിനൽ മുടിയുണ്ട് സമ്മതിച്ചു. ഇനി ആ മുടിന്റെ നീളങ്ങൾ കണ്ടല്ലോ, അവിടെ ആ ശേഖരത്തിൽ ആ മുടിന്റെ നീളം നീളമുള്ള വലിയ മുടിയുടെ ശേഖരമാണ് അദ്ദേഹത്തിന്റെയും ഇക്ബാൽ ജാലിയാവാന്റെ കയ്യിലുള്ളതും ഇവർക്ക് കൊടുത്ത അഹമ്മദ് ഖദറിന്റെ കയ്യിലുള്ളൊക്കെ ഇയാതി വലിയ മുടിക്കെട്ടുകളാണ്. ഇത്ര വലിയ മുടിക്കെട്ടാണുള്ളത്. പടച്ചോറെ, നമ്മുടെ പണ്ഡിതന്മാർ കൃത്യമായി വസ്തുനിഷ്ഠമായി ചരിത്രപരമായി ജനങ്ങൾ മുന്നിൽ സമർത്ഥിച്ചു. മക്കളെ, റസൂലുള്ളാഹിന്റെ നഖം എപ്പോ വെട്ടി, നഖം എത്ര വലുപ്പം വന്നു, മുടി എത്ര വലുപ്പം വന്നു, മുടി എപ്പോ വെട്ടി, മുടിയിൽ എത്ര നരച്ച മുടി ഉണ്ടായിരുന്നു, റസൂലുള്ളാഹിന്റെ നിറം എന്തായിരുന്നു, ഒക്കെ കൃത്യമായി ഹദീസുകൾ റസൂലുള്ളാഹിനെ കുറിച്ച് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ടല്ലോ. എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ മുടിയുടെ നീളം അത് ചെവിയുടെ പകുതി വരെ, ചെവിക്കുന്നി വരെ, അല്ലെങ്കിൽ പരമാവധി പെരടി വരെ, ഇങ്ങനെയൊക്കെ ഹദീസുകൾ പറഞ്ഞ് അപ്പോഴേക്ക് തങ്ങൾ വെട്ടാറുണ്ടെന്ന് എല്ലാ ഹദീസുകളും പഠിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി മുടി വടിച്ചതപ്പോ, മുടി വെട്ടിയതപ്പോ എല്ലാം ചരിത്രത്തിൽ വളരെ ആധികാരികമായി ഹദീസിലെ കിതാബുകൾ പഠിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി മുടി വികൃതമായി നീട്ടാറില്ല. ഇത്ര നീട്ടമുള്ള മുടി റസൂലുള്ളാഹിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മളൊക്കെ അങ്ങനെ മുടി വെക്കേണ്ടിയിരുന്നത് അല്ലെ? റസൂലുള്ളാഹിനെ പിൻപറ്റണ്ടേ നമ്മള്? മുജാഹിദ് ഖുർആനും സുന്നത്ത് പറഞ്ഞ ആൾക്കാരാ, അവർ ഇമ്മാതിരി മുടി വെക്കണ്ടേ? നമ്മൾ പറച്ചില്ലെങ്കിലും 1-ാം നമ്പർ ഖുർആനും സുന്നത്തിന് മുന്നിൽ കൊടുക്കുന്ന ആളാ സുന്നികള്. നമ്മൾ നീട്ടണ്ടേ വികൃതമായ മുടി? ഇത് നമ്മൾ കേരളക്കാരൊക്കെ വായിച്ചു നോക്കാം. എന്നാൽ ലോകത്തെ അറബികൾ, സൗദി അറേബ്യയിലെങ്കിലും മിനിമം മക്കത്തും മദീനത്തുള്ള റസൂലുള്ളാഹിന്റെ മുടി ഇങ്ങനെ നീട്ടിയ മുടി ഇവർ വെക്കട്ടെ. നമ്മളൊരു മുസ്ലിം ലോകത്ത് ഇമ്മാതിരി മുടി നീട്ടിയാളെ കണ്ടിട്ടില്ല.
റസൂലുള്ളാഹിക്ക് അങ്ങനത്തെ മുടിയില്ല സുഹൃത്തുക്കളെ, ചരിത്രത്തിൽ തെളിയിക്കാൻ കഴിയില്ല. അതിനുവേണ്ടി പച്ചയായി ഹദീസുകൾ പോലും നിർവഹിച്ചൊടിച്ചു. ഈ മുടിയുടെ ആധികാരികത സ്ഥിരീകരിക്കാൻ വേണ്ടി റസൂലുള്ളാഹിക്ക് നെഞ്ചിലേക്ക് ഇറങ്ങി നിൽക്കുന്ന മുടി 1 കൊല്ലം കൊണ്ട് വളർന്നിരുന്നു. 6 കൊല്ലം നബി തങ്ങൾ മുടി വെട്ടാതെ വികൃതമാക്കി വളർത്തി നീട്ടിക്കൊണ്ടുവന്നു എന്നൊക്കെ ഒരുപാട് കള്ളക്കഥകൾ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ അവർ ഈ കള്ളമുടി ന്യായീകരിക്കാൻ വേണ്ടി റസൂലുള്ളാഹിന്റെ ചരിത്രം വികൃതമായി റസൂലുള്ളാഹിനെ കാണിച്ചു. അതാ പ്രവാചക നിന്ദയിലേക്ക് നമ്മൾ പറയുന്നത്. പ്രവാചകരെ നിന്ദിച്ച അവരവസ്ഥാവിശേഷത്തിലേക്ക് അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൽ അഭയം. അള്ളാഹു അവർക്ക് സന്മനസ് കൊടുത്ത് ഈ അപകടകരമായ മാർഗത്തെ പിന്തിരിയാനുള്ള തൗഫീഖ് നല്ല ആളുകൾക്ക് അള്ളാഹു പ്രദാനം ചെയ്തു കൊടുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് അന്ധമായ കുറെ നല്ല ആൾക്കാർ AP സത്യം എന്ന് വിചാരിച്ച് കൂടിയ ആൾക്കാരുണ്ട്. അവർക്ക് ചിന്തിക്കാനുള്ള അവസരം അള്ളാഹു ഓരോ അവസരങ്ങൾ തരാം. അപ്പൊ ഇത്ര നീണ്ട വികൃതമായ മുടി റസൂലുള്ളാഹിക്ക് ഇല്ല എന്നുള്ളത് ഉറപ്പ്. ആ ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഏതോ ചില സ്ഥലങ്ങളൊക്കെ ഒന്ന് ഈ മുടി ഒരു തലയിൽ ഫിറ്റ് ചെയ്തിട്ട് റസൂലുള്ളാഹിന്റെ മുടി ഇങ്ങനെ ഇട്ട് മുജാഹിദിന്റെ ആൾക്കാർ എവിടേക്ക് ഇങ്ങനെ ഫ്ലക്സ് ബോർഡുകൾ വെച്ചു. അപ്പൊ റസൂലുള്ളാഹിനെ എത്ര വികൃതമായിരിക്കും. അപ്പൊ ആ നീണ്ട മുടി ഒരു മനുഷ്യന്റെ തലയിൽ ഫിറ്റ് ചെയ്താൽ എത്ര നീണ്ടാവും ആ മുടി. ഇങ്ങനത്തെ റസൂലുള്ളാഹിനെ ഹദീസിൽ പരിചയപ്പെടുത്തരുന്നില്ല. അത് വളരെ മോശമാണ്. ഇങ്ങനത്തെ മുടി റസൂലുള്ളാഹിക്ക് ഉണ്ടെന്ന് പറയാൻ പറ്റുന്ന ആളുകൾ പോലും പറയാൻ തയ്യാറായി. അവരെ പ്രധാനപ്പെട്ട പ്രസംഗം തുടക്കത്തിൽ പറഞ്ഞതൊക്കെ കള്ളം പറയാണ്. അത്ര നീണ്ട മുടിയുണ്ട്, റസൂലുള്ളാഹിനെ പറ്റി പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവർ പോലും പറഞ്ഞു. അങ്ങനെ നീണ്ട മുടിയുള്ള ഒരാളെ കുറിച്ച് പിശാചി എന്നേ പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മാനസിക രോഗി എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹിനെ പറ്റി അങ്ങനെ പറയാൻ പാടില്ല. അവസ്ഥാവിശേഷം ഉണ്ടാക്കിയത് ആരാ ചോദിച്ചു നോക്കി. അവർ പണ്ഡിതന്മാർ പോലും പറയുന്നു ഇങ്ങനത്തെ നീണ്ട മുടി റസൂലുള്ളാഹിക്ക് ഉണ്ടെന്ന് പറയാൻ പാടില്ല. അവർ ഉദ്ധരിക്കുന്നു നോക്ക്. പിശാചിന്റെ മുടി എന്നാണ് അവർ പറയുന്നത്. ഒരു വിഷയം ആണ് ഷഅറേ മുബാറക്. ഈയിടെ ഒരു നാട്ടിലൂടെ യാത്ര ചെയ്തപ്പോൾ അവിടെ ഒരാളുടെ തല വരച്ചിട്ടുണ്ട്. ആ തലയിൽ നിന്ന് ഒരുപാട് നീണ്ട മുടികൾ ഇങ്ങനെ ഒന്നായിട്ട് തൂങ്ങിക്കിടക്കുന്നു. ആ തലയും തൂങ്ങിക്കിടക്കുന്ന ആ മുടിയും ഒന്നായിട്ട് ഇങ്ങനെ ഒരു കാർട്ടൂൺ വരച്ചിട്ട്, എന്നിട്ട് മർക്കസിലെ ഷഅറേ മുബാറക്കിനെയും AP ഉസ്താദിനെയും ഒക്കെ പരാമർശിക്കുന്ന കുറെ വാക്കുകളും അതിന്റെ ചുവട്ടിൽ എഴുതിയിട്ടുണ്ട്. ഇത് ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും ഇങ്ങനെ കണ്ടും വായിച്ചും കൊണ്ടിരിക്കുന്നു. ഈ രംഗം കണ്ടപ്പോൾ ഞാൻ അറിയാതെ കരഞ്ഞുപോയി. കാരണം ഈ തല ഓർമ്മിപ്പിക്കുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തലയെ സൂചിപ്പിക്കാനല്ലേ ഈ തല വരച്ചിട്ടുള്ളത്.